മലയാളത്തിലെ വളരെ വേറിട്ട് നിൽക്കുന്ന എഴുത്തുകാരിൽ ഒരാളായ ശ്രീ എം നന്ദകുമാറുമായിട്ടുള്ള ഒരു അഭിമുഖമാണിത്. ശരിക്കും പറഞ്ഞാൽ എൻജിനീയറിങ്ങിൻ്റെയും ടെക്നോളജിയുടെയും ലോകത്ത് നിന്ന് എഴുത്തിൻ്റെ മേഖലയിലേക്ക് കടന്നു വന്ന അപൂർവം വ്യക്തികളിൽ ഒരാളാണ് ശ്രീ നന്ദകുമാർ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ കൃതികളുടെ വ്യത്യസ്തത വായനക്കാർക്ക് പെട്ടെന്ന് തന്നെ അനുഭവവേദ്യമാകും. 2016 പുറത്തിറങ്ങിയ അദ്ദേഹത്തിൻ്റെ കഥകൾ ഈ വ്യത്യസ്തതയ്ക്ക് വ്യക്തമായ തെളിവാണ്. എഴുത്തിൻ്റെ വഴികളെപ്പറ്റി അദ്ദേഹത്തോടുള്ള ചോദ്യങ്ങളാണ് ഇവിടെ ഉന്നയിക്കുന്നത്. എങ്ങനെയാണ് സാർ എഴുത്തിൻ്റെ ലോകത്തിലേക്ക് കടന്നു വരുന്നത്? അങ്ങ് വളരെ തിരക്ക് പിടിച്ച ഒരു ഔദ്യോഗിക ജീവിതവും എല്ലാമായിരിക്കുമല്ലോ. എങ്ങനെ തുടങ്ങി? അത് കൃത്യമായിട്ട് എഴുത്തിൻ്റെ ഒരു എപ്പോൾ തുടങ്ങി എന്നുള്ളതിൻ്റെ ഒരു സംഗതി ഓർമ്മയില്ല. പക്ഷേ കുട്ടിക്കാലം മുതൽക്ക് തന്നെയുള്ളൊരു പ്രോസസ്സാണത്. അതിനുള്ളൊരു കാരണം പറഞ്ഞാൽ ഞാൻ ജനിച്ചു വളർന്നത് ശ്രീകൃഷ്ണപുരം എന്ന് പറഞ്ഞ് പാലക്കാടുള്ളൊരു ഉള്ളിലുള്ളൊരു ഗ്രാമത്തിലാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അച്ഛനും അമ്മയും സ്കൂൾ ടീച്ചേഴ്സാണ്. വായനയുടേതായിട്ടുള്ളൊരു പരിസരം എല്ലായ്പ്പോഴും ഇങ്ങനെ വീട്, വിദ്യാലയം, അധ്യാപകർ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് എല്ലായ്പ്പോഴും വായനയുടേതായിട്ടുള്ളൊരു പരിസരം എനിക്ക് ഉണ്ടായിരുന്നു. എനിക്ക് ചില സംഗതികളൊക്കെ എപ്പോഴും ഓർമ്മയുണ്ട്. അന്ന് ഈ NBSൻ്റെ ഈ പുസ്തക സമ്മാന പദ്ധതി, ഇതിൻ്റെ ഭാഗമായിട്ട് അച്ഛനും അമ്മയും അവർ ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീട്ടിലെന്തോ തലേ ദിവസം അവരൊരു വഴക്കൊക്കെ കഴിഞ്ഞ് അച്ഛനും അമ്മയും ഇങ്ങനെ ഈ പരസ്പരം മിണ്ടാതെ അങ്ങനെ നമ്മുടെ കുടുംബങ്ങളിലൊക്കെ ഉള്ള ഒരു അവരുടെ സൗന്ദര്യപ്പണൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ 1-2 ദിവസം കടന്നു പോയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ചെറിയ കുട്ടികളായ നമുക്കൊക്കെ അതിൽ ചെറിയ ഒരു ഡിപ്രഷനും ടെൻഷനൊക്കെ ഉണ്ട്. പക്ഷെ പെട്ടെന്ന് ഒരു ദിവസം അത് ഒരു 11 മണി നേരത്ത് ഒരു ശനിയാഴ്ച അവധി ദിവസം ആയിരിക്കണം. വളരെ സന്തോഷത്തോടുകൂടി അച്ഛനും അമ്മയും എന്നെ വിളിക്കുന്നു. ഒരു പുസ്തകത്തിൻ്റെ കവർ തുറക്കുന്നു. എന്നിട്ട് ആ പുസ്തകം എനിക്ക് കാണിച്ചു തരുന്നു. അത് ഈ കൗണ്ട് ഓഫ് മോണ്ടി ക്രിസ്റ്റോൻ്റെ ട്രാൻസ്ലേഷൻ, ആനിത്തയിൽ വിവർത്തനം ചെയ്തിട്ടുള്ള ആ പുസ്തകമാണ്. അപ്പോൾ അവരുടെ സൗന്ദര്യപ്പണക്കത്തിനെ അത് മാറ്റുകയും ചെയ്തെന്ന് മാത്രമല്ല, ഈ കൗണ്ട് ഓഫ് മോണ്ടി ക്രിസ്റ്റോ അല്ലെങ്കിൽ ഡ്യൂമാസിൻ്റെ ഇങ്ങനെ ഒരു പുസ്തകം, ഈ ഒരു പുസ്തകത്തിനെ കുറിച്ചൊക്കെ അച്ഛനും ഒക്കെ എനിക്ക് പറഞ്ഞു തരാണ്. അതായത് വായന അതുപോലെ തന്നെ ഈ കഥ പറച്ചിലിൻ്റേതായിട്ടുള്ള ഒരു സംഗതി. അതായത് ഇത് വളരെ ശ്രദ്ധേയമായിരിക്കുന്നു. കാരണം ഇപ്പോഴത്തെ ലോകത്ത് പുസ്തകങ്ങളുടെ ഒരു സ്വാധീനം ഇത്ര തന്നെ ഉണ്ടോ എന്ന് അറിയത്തില്ല. പഴയ കാലത്ത് എങ്ങനെയാണ് പുസ്തകങ്ങൾ നമ്മുടെ ഒരു സോൾ എൻ്റർടൈൻമെൻറ്റ് എന്ന രീതിയിൽ, അല്ലെങ്കിൽ നമ്മുടെ ഒരു പ്രധാന എൻ്റർടൈൻമെൻറ്റ് മാത്രമല്ല, നമ്മുടെ ഒരു പ്രധാന ശ്രദ്ധാകേന്ദ്രമായിരുന്നു അത്. അതെ. കാരണം എനിക്ക് ഓർമ്മയുള്ളൊരു വേറൊരു സംഗതി, ഇപ്പോൾ എൻ്റെ അമ്മയുടെ അമ്മ, അവർക്കൊക്കെ ഈ മറ്റേ വടക്കൻ പാട്ടുകൾ അതൊക്കെ കാണാപ്പാടാണ്. ചങ്ങമ്പുഴ കാണാപ്പാടാണ്. അതേസമയത്ത് തന്നെ എനിക്ക് പനി പിടിച്ച് കിടക്കുന്ന ഒരു അവസരത്തിൽ ഞാൻ അങ്ങനെ വീട്ടിൽ പനി പിടിച്ച് കിടക്കാം. അപ്പോൾ അമ്മമ്മയുടെ ഈ പണ്ടത്തെ ചെറിയ പെട്ടകണ്ടല്ലോ, ഞാൻ ആ പെട്ടകമൊക്കെ ഇങ്ങനെ തപ്പിയൊക്കെ ഇങ്ങനെ നോക്കിക്കുന്ന സമയത്താണ് ഈ കമ്പരാമായണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പുസ്തകം കിട്ടുന്നത്. അപ്പോൾ ആ കമ്പരാമായണത്തിൻ്റെ എനിക്കിപ്പോഴും അത് ഓർമ്മയുണ്ട്. അതിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വരികളങ്ങനെ തുടർച്ചയായിട്ട് പോകും. പേജ് നമ്പേഴ്സൊക്കെ നമ്മുടെ പഴയ മലയാളം അക്കത്തിലെഴുതിയിട്ടുള്ള പേജ് നമ്പേഴ്സ്. അപ്പോൾ നമ്മൾ അതിങ്ങനെ തപ്പിപ്പിടിച്ചിട്ട് അതിങ്ങനെ വായിക്കുന്ന സമയത്ത് ഈ പനി പിടിച്ച് കിടക്കുന്ന ഒരു കുട്ടിയാണ്. അതിനകത്തു നിന്നുണ്ടാകുന്ന ഇമേജസിൻ്റെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ ഈ രാക്ഷസന്മാരും യുദ്ധങ്ങളും അതിൻ്റെ ഭയാനകമായിട്ടുള്ള ഈ സാൽവദോർ ദാലിയുടെ പെയിൻറ്റിങ്സിനേക്കാൾ ഭീകരമായിട്ടുള്ള ഇമേജസ് ആണത് നമുക്ക് അതിൽ നിന്ന് വായിക്കുന്ന സമയത്ത് കിട്ടുക. ഈവൻ ഇപ്പോൾ നമ്മളത് ഈ ഗരുഡ പുരാണം പോലത്തെ ഒരു പുസ്തകം പോയിട്ട് നോക്കുകയാണെങ്കിലും നമ്മൾ സറിയലിസ്റ്റിക് ഇമേജസ് എന്നൊക്കെ പറയും. പക്ഷേ ഈ സപ്തനരകങ്ങളെക്കുറിച്ചുള്ള വർണ്ണനയൊക്കെ വരുന്ന സമയത്തുള്ള രൂപങ്ങളും മറ്റ് സാധനങ്ങളൊക്കെ ദാലിയെ അതിശയിപ്പിക്കുന്ന രീതിയിലുള്ള രൂപങ്ങളും മറ്റു കാര്യങ്ങളും. അങ്ങ് പറഞ്ഞ 3 കൗണ്ട് ഓഫ് മോണ്ടി ക്രിസ്റ്റോ, കമ്പരാമായണം, ഈ ഗരുഡ പുരാണം, ഇതിലെല്ലാം കാണുന്ന ഈ അസാധാരണമായിട്ടുള്ള ഇമേജുകൾ അതൊരു പക്ഷേ അങ്ങയുടെ കഥകളിൽ കുറേശ്ശെ പ്രതിഫലിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. നമുക്ക് അതിനെപ്പറ്റി പിന്നെ സംസാരിക്കാം. യെസ്. അപ്പം ഞാനത് നമ്മൾ നേരത്തെ ജീവൻ ചോദിച്ച പോലെ പുസ്തകങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളൊരു സ്വാധീനത്തിൻ്റെ ഒരു അതെങ്ങനെയാണ് നമ്മുടെ മാനസിക പ്രപഞ്ചത്തിനെ സ്വാധീനിച്ചത് അതിൻ്റെ ഒരു ഉദാഹരണം. കാരണം എല്ലായ്പ്പോഴും പുസ്തകങ്ങൾ ആഹ്ലാദപ്രദമാകണം, ആനന്ദപ്രദമാകണമെന്നൊന്നുമില്ല. അത് നമുക്ക് ആഘാതങ്ങൾ നൽകാം. ആ ആഘാതങ്ങളിൽ നിന്നൊക്കെ എഴുത്തുണ്ടാകാം. ചില റപ്ചേഴ്സ് നമ്മുടെ
സെൽഫിനകത്ത് ഉണ്ടാക്കുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇതെല്ലാം വായിച്ചിട്ട് അന്ന് രാത്രി ഭയങ്കരമായിട്ട് എൻ്റെ പനി കൂടുകയും ആ പേടി സ്വപ്നം ഞാൻ എൻ്റെ മനസ്സിൽ ഒരുപാട് കാലത്തുള്ളത് കൊണ്ട് ആ കുട്ടിക്കാലത്ത് ആ പേടി സ്വപ്നത്തിൻ്റെ ഇമേജ് എപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. ഞാൻ ഉണർന്നെഴുന്നേൽക്കുന്ന സമയത്ത് കിടക്കുന്ന അറയിൽ പണ്ട് ഓവ് എന്ന് പറഞ്ഞിട്ട് മൂത്രമൊഴിക്കാനുള്ള ഒരു സംവിധാനമല്ലോ പണ്ടത്തെ വീടുകളിൽ, അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഒരു വെട്ടിത്തിളങ്ങി നിൽക്കുന്നൊരു തിരശ്ശീലയെ ഞാൻ കണ്ണ് തുറന്നിട്ടും കാണുന്നത്. അത് ജ്വരത്തിൻ്റെ ഹാലൂസിനേഷനാണിത്. അപ്പോൾ അച്ഛൻ എന്നെ എടുക്കുന്നു, എന്താണെന്ന് ചോദിക്കും. ഞാൻ അതവിടെ ഉണ്ട് എന്ന് പറയുന്നു. അതെന്താണെന്ന് എനിക്ക് പറഞ്ഞു കൊടുക്കാറില്ല. അപ്പോൾ ഞങ്ങൾക്ക് അവിടെ കുട്ടികളുടെ ഒരു ഡോക്ടർ എന്ന് പറഞ്ഞാൽ അടിയോടി ഡോക്ടർ എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു ഭൂതത്താൻ കോട്ട ബസ് സ്റ്റോപ്പിൻ്റെ അവിടെ ഒരു അടിയോടി ഡോക്ടർ, ഇപ്പോഴും ഉണ്ട് ആ ഡോക്ടറുടെ വീടൊക്കെ. അവിടേക്ക് അച്ഛൻ രാത്രി തന്നെ എന്നെ എടുത്തുകൊണ്ട്, അപ്പോൾ കമ്പരാമായണത്തിൽ നിന്ന് ഉണ്ടാക്കിയുള്ള ഇമേജ് എൻ്റെ ഈ പനിയെ വർദ്ധിപ്പിക്കുകയാണ്. പിറ്റേ ദിവസം അച്ഛൻ അമ്മമ്മയെ ചീത്ത പറഞ്ഞൊരു കാര്യം എനിക്ക് ഓർമ്മയുണ്ട്. പനിച്ച് കിടക്കുന്ന കുട്ടികൾക്കാണോ ഇമാതിരി പുസ്തകങ്ങൾ വായിക്കാൻ കൊടുക്കുന്നത് ചോദിക്കട്ടെ. അപ്പോൾ അതായത് വാക്കുകളും ഇമേജസും നമുക്ക് അങ്ങനെ തരുന്ന ചില റപ്ചേഴ്സ് ഉണ്ട് മറ്റേ നമ്മുടെ നിലനിൽപ്പിനകത്ത്. അതിനെ നമ്മൾ സന്തോഷകരമായി വ്യാഖ്യാനിക്കുന്ന പോലെ തന്നെ നമുക്ക് പിടികിട്ടാത്ത ചില മേഖലകളിലേക്ക് നമ്മളെ വലിച്ചെറിയുകയും ഞാനെന്ന് പറഞ്ഞുള്ള അല്ലെങ്കിൽ നമ്മൾ സ്വത്വം എന്ന് വിളിക്കുന്നതിനെ വേറൊരു തരത്തിൽ അഭിമുഖീകരിക്കാനുള്ള ചില അവസരങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും. അപ്പോൾ പിന്നെ മാത്രമല്ല ഞങ്ങളുടെ അവിടുത്തെ പറയാല്ലേ മറ്റേ ഞാൻ കുട്ടിക്കാലത്തെ വായന അതങ്ങനെ പറഞ്ഞത് തന്നെ ഒരുപാട് പറയാനുണ്ട്. അതിന് ഞാൻ അവിടെ പഠിക്കുന്ന സമയത്ത് 4ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്നൊരു സമയത്താണ് ഞങ്ങൾക്കൊരു നമ്പൂതിരി മാഷ് ഉണ്ടായിരുന്നു, TKD മാഷ് എന്ന് പറയും. കേരളത്തിലെ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിൻ്റെ അങ്ങേയറ്റം വലിയ പ്രവർത്തകനും മാഷ് മരണം വരെ അതായിരുന്നു അതിൻ്റെ പ്രസിഡൻ്റൊക്കെ ആയിരുന്നു അയാൾ. അപ്പോൾ ഞങ്ങൾക്ക് 4ാം ക്ലാസ്സിൽ മലയാളം മാഷാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ ഒരു ദിവസം മാഷ് ചോദിക്കും, ഖണ്ഡാരവം എന്ന് പറഞ്ഞൊരു പദം എങ്ങനെ ക്ലാസ്സിനകത്ത് വരും? ഈ 4ാം ക്ലാസ്സിലെ കുട്ടികളോട് ഖണ്ഡാരവം എന്ന് പറഞ്ഞ പദത്തിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിക്കും. അത് ഞങ്ങളെപ്പോലുള്ള കുട്ടികൾക്ക് എങ്ങനെ അറിയാൻ സാധിക്കും? അപ്പോൾ മാഷ് പറയും, അത് ആ പദം കണ്ടുപിടിക്കാൻ, അതിൻ്റെ അർത്ഥം കണ്ടുപിടിക്കാൻ വല്ല മാർഗമുണ്ടോ? അപ്പോൾ മൊത്തം ഒരു കുറ്റാന്വേഷണ സ്വഭാവമായി ക്ലാസ്സിനകത്ത്. അപ്പോൾ മാഷ് എന്നെയാണ് വിളിച്ചുകൊണ്ട് പോണത്, നീ വാ എന്ന് പറഞ്ഞിട്ട്. അത് 1941 സ്ഥാപിതമായിട്ടുള്ള ഈ പെരുമാങ്ങോട് പൊതുജന വായനശാല എന്ന് പറഞ്ഞ വായനശാല, അത് ഞങ്ങളുടെ സ്കൂൾ മുറ്റത്ത് തന്നെയാണ്. അപ്പോൾ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ആ 11 മണിൻ്റെ വെയിലിൽ ഞാനും മാഷും കൂടി നടന്നു പോകുന്നു. മാഷ് ഗ്രന്ഥശാല തുറന്ന് ശബ്ദധാരാവലി ഏറ്റിക്കൊണ്ടുവന്നിട്ട് ക്ലാസ്സിൽ കൊണ്ടുവന്ന് ആ ശബ്ദധാരാവലി മേശപ്പുറത്ത് വെച്ച് എങ്ങനെ ഒരു പദത്തിൻ്റെ അർത്ഥം ശബ്ദധാരാവലിയിൽ നിന്ന് കണ്ടുപിടിക്കാം എന്നാണ് മാഷ് ഞങ്ങൾക്ക് പറഞ്ഞിരുന്നത്. അപ്പോൾ അതൊരു വലിയ അസാധാരണ അധ്യാപകൻ തന്നെ. അസാധാരണ ക്ലാസ്സിൽ ശബ്ദധാരാവലി കണ്ടിട്ടുള്ളവർ എത്ര കുറവായി. അതെ. അപ്പോൾ അത് അങ്ങനെയുള്ള ഒരുപാട് നല്ല അധ്യാപകരുണ്ടായിരുന്നു. അതായത് ഇപ്പോൾ നളചരിതം നമുക്ക് 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് നളചരിതമുണ്ട്. നളചരിതം വെറുതെ എടുക്കല്ല ചെയ്യുക. അത് നളചരിതം എന്ന് പറഞ്ഞ സാധനം നമ്പീശൻ മാഷ് ശരിക്കും അതേ രാഗത്തിൽ ആലപിക്കുക തന്നെയാണ് ചെയ്യുന്നത്. ഓക്കെ. അതുപോലെ ഞാൻ ഈ ഷെർലോക്ക് ഹോംസിൻ്റെ പുസ്തകങ്ങൾ ആദ്യമായിട്ട് മലയാളത്തിൽ വന്ന സമയത്ത് അത് പട്ടേരി മാഷ് എന്ന് പറഞ്ഞിട്ട് മലയാളം പഠിപ്പിക്കുന്ന ഒരു അധ്യാപകനോട് മാഷ് അത് വാങ്ങിയിട്ടുണ്ടെന്ന് മനസ്സിലായി. അപ്പോൾ അത് പുസ്തകം വായിക്കാൻ കിട്ടുമോ എന്ന് മാഷോട് പോയി ചോദിച്ച സമയത്ത് മാഷ് ചീത്ത പറഞ്ഞു തന്നെ, നീ എന്തിനാണ് ഷെർലോക്ക് ഹോംസൊക്കെ ഇപ്പോൾ വായിക്കുന്നത്? ബംഗാളി നോവൽ വിവർത്തനങ്ങൾ വായിക്കൂ എന്ന് പറഞ്ഞ് രവിവർമ്മയുടെ ബംഗാളി നോവൽ വിവർത്തനങ്ങൾ നമുക്ക്. അപ്പോൾ അതുപോലുള്ള ഒരു ഭാഗ്യം എനിക്കുണ്ടായിരുന്നു. പുസ്തകങ്ങളുടെ ഒരു ലോകം നമുക്ക് ചുറ്റുമുണ്ടായി. പുസ്തകങ്ങളുണ്ടായിരുന്നു. കഥ പറയുന്ന ആളുകൾ, ഈ മറ്റേ വീട്ടിലൊക്കെ വരുന്ന മുത്തശ്ശിമാർ അല്ലെങ്കിൽ അമ്മമ്മ, അവരെല്ലാവരും. കാരണം നമുക്ക് അങ്ങനെ ഒരു ട്രഡീഷൻ ഉണ്ടല്ലോ, ഒരു എഴുതുന്നതിന് മുമ്പുള്ള ഒരു പറച്ചിലിൻ്റെ ഉള്ള ഓറൽ ട്രഡീഷൻ. ഈ പറഞ്ഞ ഓറൽ ട്രഡീഷനിലും ഈ നമ്മുടെ കമ്പരാമായണം പോലുള്ള കൃതികളിലും ഒക്കെ പ്രസൻറ്റ് ചെയ്യുന്ന ഒരു റിയാലിറ്റി ഉണ്ടല്ലോ, അത് ജീവിതത്തിൻ്റെ റിയാലിറ്റിയിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായിട്ട് നിൽക്കുന്ന ഒന്നാണ്. ആ വ്യത്യസ്തത അങ്ങയുടെ പല കഥകളിലും പ്രതിഫലിക്കുന്നത്. അതായത് ഈ നമുക്ക് വളരെ ഭ്രമാത്മകമായിട്ടുള്ള ഒരു ലോകം ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ആദ്യ അനുഭവങ്ങൾ അതിലേക്ക് നയിച്ചിട്ടുണ്ടാവും. ആദ്യ അനുഭവങ്ങൾ, സ്വപ്നവും ഒക്കെ പറഞ്ഞല്ലോ, അതാ ഞാൻ പ്രത്യേകം അതുണ്ടാകാം. പിന്നെ അതുപോലെ തന്നെ നമുക്ക് കുട്ടിക്കാലം മുതൽക്ക് തന്നെ ജീവിതം എന്ന് പറഞ്ഞത് തരുന്ന ഒരുപാട് ആഘാതങ്ങളുണ്ട്. നിങ്ങൾ തന്നെ പ്രതീക്ഷിക്കാതെ തന്നെ കുട്ടിക്ക് മനസ്സിലാകാത്ത ഒരുപാട് ആഘാതങ്ങൾ, ജീവിതം, അത് കുടുംബം, നമ്മൾ കാണുന്ന ഒരുപാട് സാധനങ്ങൾ തരും. അപ്പോൾ അതായത് ഈ നൽകപ്പെട്ട യാഥാർത്ഥ്യം പരിപൂർണമല്ലെന്നും അതിനകത്ത് നമുക്ക് തോന്നുന്നൊരു അസംതൃപ്തിയുടെ ഭാഗമായിട്ടായിരിക്കാം ഓരോരുത്തരും കലാപ്രവർത്തനത്തിൽ ഏർപ്പെടുന്നത്. ചിലർ ചിത്രം വരയ്ക്കാൻ പോകുന്നു, വേറെ ചില ആളുകൾ പാടാൻ പോകുന്നു. എനിക്ക് വീണ് കിട്ടിയ മാധ്യമം എഴുത്ത്, വാക്കിൻ്റെ ഒരു മാധ്യമമായതുകൊണ്ട് ഞാൻ എഴുത്തിൽ ഇടപെട്ടു എന്നേ ഉള്ളൂ. അപ്പോൾ എഴുത്തിൽ ഇടപെട്ടെന്ന് പറഞ്ഞാൽ അതിലൊരു കാര്യം
യഥാർത്ഥത്തിൽ നമ്മൾ വായിക്കുന്ന പുസ്തകങ്ങൾ, പിന്നെ മാത്രമല്ല അന്നത്തെ കാലത്ത് ഈ അമ്പിളിയമ്മാവൻ, മറ്റേ പൂമ്പാറ്റ, മറ്റേ സുഗതകുമാരി എഡിറ്റ് ചെയ്തിരുന്ന തളിരുകൾ, അതൊക്കെ വീട്ടിൽ വരുന്നുണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അനുകരിക്കാനുള്ളൊരു ഇതിൻ്റെ ഭാഗമായിട്ട് അനിയൻ്റെ അനിയത്തിൻ്റെയൊക്കെ പുസ്തകങ്ങളിൽ നിന്ന്, ഈ നോട്ട് പുസ്തകങ്ങളിൽ നിന്ന് നമ്മൾ വെളുത്ത പേപ്പേഴ്സ് കീറിയെടുത്ത് നമ്മളൊരു ബാലമാസിക ഉണ്ടാക്കുക. അതൊക്കെയാണ് എഴുത്തിൻ്റെ ആദ്യത്തെ അനുഭവങ്ങൾ. പിന്നെ സ്കൂൾ അധ്യാപകരൊക്കെ കഥാമത്സരത്തിനും കവിതാ മത്സരത്തിനൊക്കെ ചേരാൻ പറയുന്നു. അങ്ങനെ നമ്മളിത് എഴുതാൻ പറ്റും എന്ന് മനസ്സിലാക്കുന്നു. മാത്രമല്ല അപ്പോൾ വീട്ടുകാരും സുഹൃത്തുക്കളും ഒക്കെ പറയുകയാണ് നിനക്ക് എഴുതാൻ സാധിക്കും എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളങ്ങനെ എഴുത്ത് തുടങ്ങിയതാണ്. എങ്കിലും ഒരുപാട് അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് എഴുതാറില്ല, വളരെ അല്ലേ, ഒരു ഇടവിട്ടൊക്കെയാണ് അങ്ങ് എഴുതുക. കാരണം എഴുത്ത് എന്നെ സംബന്ധിച്ചോളം അത്ര ലളിതമായിട്ടുള്ള ഗൗരവതരമായ ഒരു കാര്യം, ഒരു പ്രക്രിയ അല്ല. ഈ പ്രൂസ്റ്റ് പറയുന്നൊരു സംഗതിയുണ്ട്, റിമെമ്പറിങ് തിങ്സ് പാസ്റ്റ് എന്ന് പറഞ്ഞ തിങ്സ് പാസ്റ്റിനകത്ത് പറയുന്നൊരു കാര്യം, എഴുത്ത് നിങ്ങളിൽ ഏൽപ്പിക്കുന്ന വലിയൊരു ഭയാനകമായിട്ടുള്ള താങ്ങാൻ പറ്റാത്തൊരു ഉത്തരവാദിത്വവും ഒരു ഭാരമുണ്ട്. ആ ഭാരത്തിനെ ഏറ്റാൻ പറ്റാത്തതുകൊണ്ട്, അത് താങ്ങി കൊണ്ട് നടക്കാൻ പറ്റാത്തതുകൊണ്ട്, ഏറ്റെടുക്കാൻ പറ്റാത്തതുകൊണ്ട് എത്രയോ പ്രതിഭാശാലികൾ എഴുത്തിനെ ഉപേക്ഷിച്ച് വേറെ സ്ട്രീംസിൽ പോയതിനെക്കുറിച്ച്, അവർ ആർക്കിടെക്ട്സ് ആയിക്കണം, ഡോക്ടേഴ്സ് ആയിക്കണം, അവരെഴുത്തുകാരനെയാണ് ബേസിക്കലി. പക്ഷേ എഴുത്ത് നമുക്ക് നൽകുന്ന ഒരു വലിയ ഉത്തരവാദിത്വം, അതിൻ്റെ ഒരു ഭാരം താങ്ങാൻ പറ്റാത്തതുകൊണ്ട് ഈ രംഗം ഉപേക്ഷിച്ച് അവരുടെ ക്രിയേറ്റിവിറ്റിയും മറ്റ് ഫീൽഡിലേക്ക് ചാനലൈസ് ചെയ്യുന്ന എത്രയോ പേരുണ്ട്. എന്തിനെഴുതുന്നു എന്നുള്ളൊരു ചോദ്യം തന്നെയുണ്ട്. എന്തിനെഴുതുന്നു മാത്രമല്ല, മാർക്കേസ് പറയുന്ന പോലെ ഏറ്റവും ഏകാന്തമായ പ്രൊഫഷൻ, ഏറ്റവും ഏകാന്തമായ പ്രൊഫഷൻ. പക്ഷേ നമ്മളിപ്പോൾ ഐ ടിയിലൊക്കെ ഒരു പ്രൊഫഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ദിവസം ഞാൻ ഇപ്പോൾ ഐ ടി പണികൾ ചെയ്യുന്നുണ്ട്, 10-18 മണിക്കൂറും പണിയെടുക്കുന്ന ആളുകളുണ്ട്. പക്ഷേ എഴുത്ത് അങ്ങനത്തെ ഒരു പ്രൊഫഷനല്ല. കാരണം നിങ്ങൾ 24 മണിക്കൂറും സ്വപ്നത്തിലും ഉറക്കത്തിലൊക്കെ പണിയെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു വേറെ തരത്തിൽ പ്രൊഫഷൻ എന്നുള്ള രീതിയിൽ ലോകത്തെ ഏറ്റവും കഷ്ടപ്പാടുള്ള പ്രൊഫഷനാണിത്. അനേക നാളുകൾ മനസ്സിൽ എഴുതിയിട്ടായിരിക്കും ഒരു വാചകം എഴുതാൻ സാധിക്കുള്ളൂ. അത് വൈലോപ്പള്ളി പറഞ്ഞിട്ടുള്ളൊരു സംഗതി എന്താ വെച്ച് കഴിഞ്ഞാൽ, എഴുതുന്നതിനേക്കാൾ ഏറ്റവും സുഖം വായിക്കലാണെന്ന് അതിൽ പറഞ്ഞിട്ടുണ്ട്. കാരണം വായിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ എഴുത്തിൻ്റെ ഭാരമില്ല, മറിച്ച് ഈ പറഞ്ഞ നമ്മുടെ ക്രിയേറ്റീവായിട്ടുള്ള പ്രോസസ്സസ് കംപ്ലീറ്റ് ആൾറെഡി എഴുതപ്പെട്ടിട്ടുണ്ട് പല പുസ്തകങ്ങളും. അല്ലാതെ ഞാൻ പുതുതായിട്ട് എന്തെങ്കിലും ഒരു വാക്ക് പറയുകയോ പുതുതായിട്ടൊരു കഥ എഴുതുകയൊന്നും ചെയ്യുന്നില്ല. പറയപ്പെട്ടിട്ടുള്ള വാക്കുകളും പറയപ്പെട്ടിട്ടുള്ള കഥകളുടെയും വേറെ തരത്തിലുള്ള ഈ പുനരാവിഷ്കാരങ്ങൾ തന്നെ ആയിരിക്കും എല്ലാ നല്ല എഴുത്തുകാരും എപ്പോഴും ചെയ്യുന്നതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞാൻ അങ്ങയുടെ കഥകൾ വായിച്ചപ്പം ഇത് ഏതെങ്കിലും ഒരു ദേശത്ത് ഒതുങ്ങി നിൽക്കുന്നതായിട്ട് തോന്നില്ല. പല ഇപ്പം സ്ഥലത്തേക്കുള്ള സൂചകങ്ങളുണ്ടെങ്കിലും ഇന്ത്യയെ മൊത്തം പ്രതിനിധാനം ചെയ്യുന്നുണ്ട് കഥകൾ. ചിലപ്പോൾ അതിനപ്പുറത്തേക്കൊക്കെ പോയി. ഇതൊരു പക്ഷേ അങ്ങയുടെ യാത്രകളിലൂടെ അങ്ങ് നേടിയ അനുഭവങ്ങളുടെ ഒരു പ്രതിഫലനമാകാമോ? അത് ഒരുപാട് സ്ഥലങ്ങളിൽ അങ്ങ് ജോലി ചെയ്തിട്ടുണ്ട്. അത് നമ്മുടെ ജോലിയുടെ ഒരു വ്യത്യസ്തമായ സംസ്കാരങ്ങളോടുള്ള ഒരു പരിചയം അങ്ങനെയുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അതുണ്ട്. കാരണം അത് നമ്മുടെ ഒരു ഈ ജോലിയുടെ ഒരു ഭാഗമായിട്ട് ഈ ഐ ടി പണിയുടെ ഒരു സ്വഭാവം അറിയാലോ. കാരണം നിങ്ങൾക്ക് നാട്ടിലെന്തായാലും ജോലി കിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഈ സർട്ടിഫിക്കറ്റും മറ്റ് സാധനങ്ങളും എടുത്തിട്ട് ബാഗും തൂക്കിയിട്ട് എവിടേക്കെങ്കിലും പോകാൻ നമ്മൾ വിധിക്കപ്പെട്ടിട്ടുള്ള ആളുകളാണ്. അങ്ങനെ നമ്മൾ സ്വാഭാവികമായിട്ട്, ഞാൻ ഈ കോഴ്സൊക്കെ കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല, നാട്ടിലിങ്ങനെ നിൽക്കുകയാണ്. അന്നൊന്നും നമുക്ക് ഈ എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഇതുപോലത്തെ ഒരു കരിയറിസം അങ്ങനത്തെ സംഗതികളില്ല. നിങ്ങളൊരു കോഴ്സ് പഠിക്കുന്നു, ഒരു ജോലി കിട്ടണം എന്നൊക്കെയുള്ളൊരു ഉദ്ദേശം തന്നെയുള്ളൂ. അല്ല, പിന്നെ മാത്രമല്ല അന്നൊന്നും ഈ എഞ്ചിനീയർ എന്നൊന്നും പറഞ്ഞ സാധനം ഇന്നത്തെ പോലെ സർവ്വസാധാരണമായിട്ടുള്ളൊരു സ്പീഷീസും അല്ല, വളരെ കുറച്ച് ആളുകളുള്ള ഒരു സംഗതിയാണ്. അപ്പോൾ എന്ത് ചെയ്യണം എന്നറിയില്ല. അപ്പോൾ ഈ വെങ്കടേശ് രാമകൃഷ്ണനൊക്കെ നമ്മുടെ ഒരു സുഹൃത്താണ്. അന്നത്തെ കാലത്ത് ഞങ്ങൾ നാട്ടിൻപുറത്തൊരു മാധ്യമങ്ങളെക്കുറിച്ചുള്ള ഒരു ചർച്ചയൊക്കെ നടത്തിയതിൻ്റെ ഭാഗമായിട്ട് വെങ്കടേശ് രാമകൃഷ്ണനെയൊക്കെ പരിചയപ്പെട്ടിട്ടുണ്ട്. അന്ന് വെങ്കടേശ് ഡൽഹിയിലുള്ളത് കാരണം എന്നോട് പറഞ്ഞു, നീ ഡൽഹിക്ക് പോരെ, കാരണം അവിടെ വിജയൻ അങ്ങനെ ഒരുപാട് റൈറ്റേഴ്സ് ആളുകളൊക്കെ ഉള്ളത്, നിനക്ക് പറ്റിയൊരു സ്പേസ് അതായിരിക്കും എന്ന് പറഞ്ഞു. കാരണം സാധാരണ ഞങ്ങൾ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബോംബെക്കാണ് പോവുക. ബോംബെക്ക് പോയി കഴിഞ്ഞാൽ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ അവിടെ നിങ്ങൾ ഒരു വർഷം എക്സ്പീരിയൻസ് കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ ഗൾഫിൽ പോകാം. അതാണ് അന്നത്തെ അൾട്ടിമേറ്റ് സ്വപ്നങ്ങൾ. അപ്പം ഞാനും വേറൊരു സുഹൃത്തും നേരെ ഡൽഹിക്ക് പോയി. പിന്നെ അതുമായി ബന്ധപ്പെട്ടിട്ടാണ് യഥാർത്ഥത്തിൽ എൻ്റെ ഈ യാത്രകളുടെ ഒരു സംഗതി ആരംഭിക്കുന്നത്. പക്ഷേ എന്നെ സംബന്ധിച്ചോളം ഏത് സ്ഥലത്ത് പോയാലും ഏത് പ്രദേശത്ത് പോയാലും എല്ലാ സമയത്തും ആ പ്രദേശങ്ങളൊക്കെ തന്നെ അപരിചിതമായിട്ടുള്ള
പ്രദേശങ്ങളാണ്. എനിക്ക് ഈ വഴി കണ്ടുപിടിക്കൽ, ഈ ദിഗ്ഭ്രമം, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. യഥാർത്ഥത്തിൽ നമുക്ക് മനസ്സിലായിട്ടുള്ളൊരു സ്ഥലം, ഒരു ദേശം എന്ന് പറയുന്നത് ഈ ജനിച്ചു വീണ സ്ഥലവും നമ്മൾ സ്കൂളിൽ പോയിട്ടുള്ള വഴിയും വായനശാലയിൽ പോയിട്ടുള്ള വഴിയും, അല്ലെങ്കിൽ ഞങ്ങൾ കുറച്ച് സുഹൃത്തുക്കൾ ഒരു മൃഗാശുപത്രിയുടെ തന്നെയുണ്ട്, അവിടെ ഇരുന്നിട്ട് ഞങ്ങളുടെ വലിയ ദാർശനിക, സാംസ്കാരിക, സാഹിത്യ ചർച്ചകളൊക്കെ നടക്കുക. അത്തരം ഇടവഴികളും ആ ഒരു തന്നെയാണ് എൻ്റെ ഉള്ളിലുള്ള എനിക്ക് പരിചിതമായിട്ടുള്ള ഒരു ദേശം. ആ ദേശം യഥാർത്ഥത്തിലില്ല, അത് പോയി. അത് നമ്മുടെ സങ്കല്പത്തിലൊക്കെ ഉള്ള, നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള, നമ്മളെ ആഡ് ചെയ്തിട്ടുള്ള ഒരുപാട് മെറ്റഫേഴ്സും ഒരുപാട് കളേഴ്സും ഒരുപാട് ശബ്ദങ്ങളൊക്കെ ആഡ് ചെയ്തെടുത്തിട്ടുള്ള ഉള്ളിലുള്ള ഒരു ദേശം മാത്രമാണത്. അത് കാരണം തന്നെ നമ്മൾ ഏത് ദേശത്ത് പോയി കഴിഞ്ഞാലും ആ എല്ലാ ദേശങ്ങളും എല്ലാ സമയത്തും അപരിചിതം തന്നെയാണ്. എനിക്ക് തോന്നുന്നത് ഒരു എഴുത്തുകാരൻ എന്ന് പറഞ്ഞ കക്ഷി എല്ലാ സമയത്തും പ്രവാസിയും എല്ലാ സമയത്തും രാജ്യഭ്രഷ്ടനും ദേശഭ്രഷ്ടനും ആയിട്ടുള്ള, ഉള്ളിൽ മാത്രമേ അയാൾക്ക് സ്വന്തമായിട്ടുള്ള ഒരു സ്ഥലമുള്ള ഒരു മനുഷ്യനായിരിക്കും. പക്ഷേ അങ്ങനെ യാത്രകൾ ഉണ്ടായിട്ടുണ്ട്. ആഫ്രിക്കയിൽ ഞാൻ ഒരു 2 വർഷത്തോളം താൻസാനിയ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു ബ്രിട്ടീഷ് ടെലികോമിൻ്റെ ഒരു പ്രോജക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവിടെ ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് വർക്കിൻ്റെ ഭാഗമായിട്ട് US ഇങ്ങനെ കുറച്ച് കാലം ഇപ്പം അടുത്ത് ഉണ്ടായിട്ടുണ്ട്. ഗൾഫിൽ കുറച്ച് കാലം ഉണ്ടായിട്ടുണ്ട്. സാർ ഈ ചെല്ലുന്ന സ്ഥലങ്ങളിലേക്ക് എനിക്ക് ഇപ്പം ഇന്ത്യയിലെ മിക്കവാറും നമ്മുടെ സംഗീതധാരകളുണ്ടല്ലോ അതെല്ലാം ഒരു പക്ഷേ അങ്ങേക്ക് പരിചിതമാണെന്ന് തോന്നുന്നു. കഥകളിൽ പലതും കടന്നു വരുന്നുണ്ട്. അത് മനഃപൂർവ്വം പരിചയിച്ചതാണോ അതോ നമ്മൾ ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും നമ്മുടെ സ്വഭാവമുള്ള ആളുകളായിട്ടാണല്ലോ പരിചയപ്പെടുക. അപ്പോൾ അവിടുത്തെ ഒരു സൗഹൃദ സംഘം, അല്ലെങ്കിൽ അവിടുത്തെ ഒരു മലയാളി ഒരു സമാജം, അപ്പോൾ അവർക്ക് സ്വാഭാവികമായിട്ടും കഥ, കവിത, സിനിമ, സംഗീതം, ചിത്രം, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ താല്പര്യമുള്ള സുഹൃത്തുക്കളാണ് നമുക്ക് കിട്ടുക. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ അതാത് പ്രദേശങ്ങളിലുള്ള കൾച്ചറൽ പ്രോഗ്രാംസിൽ നമ്മൾ ഇപ്പോൾ ഈവൻ ഡൽഹിയിലാവുന്ന സമയത്താണ് ഹിന്ദുസ്ഥാനി മ്യൂസിക് കേട്ടപ്പോൾ സ്വരലേക്ക് എന്നാണ് അവിടെ രൂപപ്പെട്ട് വരുന്നൊരു സമയമാണ്. അപ്പോൾ നമുക്ക് വലിയ മാസ്റ്റേഴ്സിനെയൊക്കെ അവിടെ നിന്ന് കേൾക്കാൻ പറ്റുന്നു. അല്ലാണ്ട് സംഗീതത്തിനെക്കുറിച്ചൊന്നും നമുക്ക് ധാരണയൊന്നും ഇല്ല, നമ്മളങ്ങനെ സംഗീതം പഠിച്ചിട്ടുള്ള ആളൊന്നുമില്ല. പക്ഷേ ആ കേൾവിയുടെ ഒരു പരിശീലനം, മറ്റ് സാധനങ്ങളൊക്കെ അവിടെ വെച്ചിട്ട് നമുക്ക് ആരംഭിക്കാൻ തുടങ്ങുന്നത്. അല്ലാതുള്ളൊരു സംഗീതമൊക്കെ ഉള്ള ബന്ധം പറഞ്ഞാൽ ഞങ്ങളുടെ നാട്ടിലൊക്കെ ഉള്ളൊരു പാലക്കാട്ട് പെരുമാങ്ങോട് ശിവക്ഷേത്രം എന്ന്, അവിടെ ഈ എല്ലാ വർഷവും ഒരാഴ്ച തുടർച്ചയായിട്ട് പ്രധാനപ്പെട്ടിട്ടുള്ള എല്ലാ കഥകളി നടന്മാരും വന്നിട്ട് ഫ്രീ ആയിട്ട് അവിടെ കളി അവതരിപ്പിക്കണം. അപ്പോൾ അവിടുത്തെ ഈ കേളികൊട്ട് സംഗീതം എന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങളുടെ വീട്ടിലേക്ക് കേൾക്കാം. അത് വേറെ തരത്തിലുള്ള സംഗീതങ്ങളുടെ പിന്നെ അവിടുത്തെ ഈ പൂതൻ തിറ, അതുമായി ബന്ധപ്പെട്ട പാട്ടുകൾ, അത് വേറെ തരത്തിലുള്ള നിറങ്ങളും ശബ്ദങ്ങളുള്ള വേറൊരു സ്പേസാണ്. അതായിരിക്കും ചിലപ്പോൾ നമ്മുടെ ആദ്യത്തെ പാഠങ്ങളും അനുഭവങ്ങളും. അതിൻ്റെ തന്നെ ഒരു ബേസിൽ നിന്നിട്ട് എനിക്ക് ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് പോയി കഴിഞ്ഞാലും ഇതുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നു. അവിടുത്തെ കലയും സംഗീതവും ഒക്കെ അവിടെ ഈ അതൊരു ടാൻസാനിയ എന്ന് പറഞ്ഞാൽ ഭയങ്കര രസകരമായിട്ടുള്ള വേറെ തരത്തിലുള്ള ഒരു സ്ഥലമാണ്. അതായത് ഇപ്പോൾ നമ്മൾ എങ്ങനെ പറയുക, ബോംബെയിലുള്ളൊരു ചേരിയും പിന്നെ അമേരിക്കയിലെ സാൻ ഫ്രാൻസിസ്കോ പോലത്തെ ഒരു സ്ഥലം കൂടി ചേർത്ത് പൊറോട്ട അടിച്ച് എങ്ങനെ ഉണ്ടാവും അതുപോലത്തെ ഒരു സ്ഥലമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ സ്ട്രീറ്റ്സ് ഭയങ്കര വൃത്തിയായിട്ടുള്ള സ്ട്രീറ്റ്സ്, ഇൻഫ്രാസ്ട്രക്ചർ എന്നൊക്കെ പറഞ്ഞ സാധനം ഹോളണ്ട്, ജപ്പാൻ അതുപോലത്തെ സ്ഥലങ്ങൾക്കാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ പക്ഷേ അതേ സ്ട്രീറ്റുകളുടെ താഴെ ഈ സ്വാഹിലിയാണ് ഇവിടുത്തെ ഭാഷ, ലിപി ഇല്ലാത്ത സാധനം. അപ്പോൾ അവർ ഇംഗ്ലീഷിലാണ് അവരുടെ പത്രം അടിക്കുക. ആ സ്വാഹിലി പത്രം വിൽക്കുകയും പിന്നെ അതേപോലെ തന്നെ ഷൂ പോളിഷ് ചെയ്യാനൊക്കെ വേണ്ടി ഇരിക്കുന്ന അവിടുത്തെ തദ്ദേശവാസികളായിട്ടുള്ള ദരിദ്രരായിട്ടുള്ള കറുത്ത മനുഷ്യർ. അതാണ് ഞാൻ പറഞ്ഞത് ഈ പൊറോട്ട അടിച്ചിട്ടുള്ളൊരു അനുഭവമാണെന്ന് പറയുന്നത്. ഒരേ സമയത്ത് തന്നെ നിങ്ങൾ ജീവിക്കുമ്പോൾ അത്രയും ഉയർന്ന ജീവിതശൈലിയിൽ ജീവിക്കുകയും നിങ്ങൾ ലിഫ്റ്റ് ഇറങ്ങി താഴെ ഇറങ്ങുന്ന സമയത്ത് ഈ മനുഷ്യ ജീവിതത്തിൻ്റെ ദാരിദ്ര്യത്തിൻ്റെ ഏറ്റവും താഴേക്കിടയിലുള്ള സംഗതികൾ കാണുകയും ചെയ്യും. എങ്കിലും അവർക്ക് മ്യൂസിക്കും മറ്റു കാര്യങ്ങളും വളരെ ഇതാണ്. കാരണം എനിക്ക് വേറൊരു അനുഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ വൈഫ് ആ സമയത്ത് അവൾ ബാങ്കിൽ പോയിട്ട് പൈസയൊക്കെ എടുത്തിട്ട് 37 തിരിച്ചു പോകുന്ന സമയത്ത് അവിടെ എല്ലാവരും പറയും നിങ്ങൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് വളരെയധികം ശ്രദ്ധിക്കണം. കാരണം ഈ മോഷണം എല്ലാം ഇപ്പോഴും നടക്കുക. അവർ ദാരിദ്ര്യം കാരണം മോഷ്ടിക്കുന്നതാണ്, നമുക്ക് അവരെ കുറ്റം പറയാൻ പറ്റില്ല. ഒരു ട്രാഫിക് ജംഗ്ഷനിൽ എത്തുന്ന സമയത്ത് പെട്ടെന്ന് കാറിൻ്റെ പുറകിൽ ആരോ തട്ടുന്നു. തട്ടിയ സമയത്ത് ഇവൾ തിരിഞ്ഞു നോക്കിയ സമയത്ത് ഇവിടുന്ന് ഫ്രണ്ട് സീറ്റിൽ നിന്ന് ഈ വെച്ച ബാഗ് എടുത്തുകൊണ്ടുപോയി. ആൾ അവിടെ ഒരു ഹോസ്പിറ്റലിൻ്റെ അക്കൗണ്ട് ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യണം. അപ്പോൾ ബാങ്കിൽ നിന്ന് ഒരുപാട് പണം എടുത്ത് വരികയാണ്. ആ പണം കംപ്ലീറ്റ് പോയി.
എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ ഇവള് പകച്ചിരിക്കുന്ന സമയത്ത് ഈ മോഷ്ടാവ് എന്താ ചെയ്യുന്നത് വെച്ചാൽ മൂപ്പര് ബാഗ് എടുത്ത് ചാടി അങ്ങേപ്പുറത്ത് പോയി ഇത് തുറന്നു നോക്കി പണം കണ്ട് ഇവളുടെ മൊബൈൽ ഫോൺ കണ്ടു. ആ മൊബൈൽ ഫോൺ ഉയർത്തി കാണിച്ചിട്ട് അയാൾ ഡാൻസ് ചെയ്തൊരു പാട്ട് പാടിയിട്ട് പോടുന്നത്. എല്ലാം അവരെ ശരിക്കും അവരാഘോഷിക്കുകയാണ്. അവരെ സംബന്ധിച്ചുള്ള മോഷ്ടവും എല്ലാ സാധനവും അതിനകത്ത് നമ്മൾ വേറെ തരത്തിലുള്ള അസാധ്യമായ രീതിയിൽ അന്ന് നമ്മൾ രാത്രിയിലൊക്കെ പോകുന്ന ഒരു നൈറ്റ് ക്ലബ്ബൊക്കെ ഉണ്ട്, കാലിഫോർണിയ ഡ്രീംസ് എന്നാണ് എൻ്റെ പേര്. അപ്പോൾ അവിടെ നടക്കുന്ന സംഗീതങ്ങൾ അത് നമുക്കറിയാം. ഈവൻ നമ്മൾ കേൾക്കുന്ന പാശ്ചാത്യ സംഗീതം അതൊക്കെ ഭയങ്കര ആൻഷ്യൻ്റായിട്ടുള്ള അവരുടെ ഡ്രംസ് ഇതെല്ലാം ആഫ്രിക്കൻ വനാന്തരങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള ഒരു സംഗതിയാണ്. ആ ഡ്രംസിൻ്റെയും ബീറ്റിൻ്റെയും ഒക്കെ സാധനം. അതായത് ഇയാളുടെ കൊൺറാഡിൻ്റെ നോവലിലെ എന്താണ് ദ ഹാർട്ട് ഓഫ് ഡാർക്ക്നെസ് എന്ന് പറഞ്ഞ സാധനത്തിൽ അതിനകത്ത് ആ നോവലിൻ്റെ അവസാനം ആ നായകന് വിട്ടുപോരാൻ പറ്റുന്നില്ല. ആ നദിയുടെ അങ്ങേക്കരയിൽ ആ ട്രൈബൽ ആയിട്ടുള്ള വുമൻ്റെ ഭയങ്കര ഡാൻസും. അപ്പോൾ അതിൻ്റെ ഒരു അഗാധമായ ഒരു മാന്ത്രികതയും മറ്റ് സാധനങ്ങളും അതൊക്കെ ആ തരത്തിലാണ് അവിടുത്തെ മ്യൂസിക്കും ഡാൻസും മറ്റു കാര്യങ്ങളൊക്കെ എനിക്ക് ആഫ്രിക്കയിൽ ഞാൻ അനുഭവിച്ചിട്ടുള്ളൊരു കാര്യം. ഈ ഒരു മാന്ത്രികമായ അന്തരീക്ഷം നമുക്ക് തന്നെ വലിയ മന്ത്രത്തിൻ്റെ ഒരു വലിയ ട്രഡീഷൻ നമുക്കുണ്ടല്ലോ. അത് അങ്ങയുടെ കഥകൾ പലതും കാണാം. നമ്മുടെ ഈ ദുർദേവതകൾ, പ്രത്യേകിച്ച് വാർത്താളി, എന്താണ് ജലഭദ്രകാളി, ഇങ്ങനെയൊക്കെയുള്ള ഈ നമ്മുടെ മിത്തുകളിലെ അത് പക്ഷേ അത് ഭയങ്കരമായ രീതിയിൽ അവയെ ട്രാൻസ്ഫോം ചെയ്ത് അവയെ മാറ്റി മറിച്ചെടുത്തിട്ടാണ് അങ്ങ് കഥകളിൽ ഓരോ ഇമേജുകളായിട്ട് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ വാർത്താളിയും സൈബർ സ്പേസും ഒക്കെ തമ്മിലുള്ള ഒരു 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 എങ്ങനെയാണ് അതിനെ തമ്മിൽ ഇങ്ങനെയൊക്കെയുള്ള, അതായത് ചേർക്കാൻ വയ്യാത്തതിനെ ചേർക്കുന്ന, എന്നാൽ ആ ചേർച്ചയുണ്ട് താനും. അതിലൊരു കാര്യമുള്ളതെന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ നമ്മൾ നാട്ടിൻ പുറത്ത് തന്നെയുള്ള അപ്പോൾ നമുക്ക് എന്തുകൊണ്ടാണ് ഈ ഗബ്രിയേൽ ഗാർസിയ മാർക്വസിൻ്റെ ഒരു നോവൽ വായിക്കുമ്പോൾ മാജിക്കൽ റീൽസ് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. അതിനുള്ളൊരു കാരണം എനിക്ക് തോന്നിയിട്ടുള്ള എന്താണെന്ന് പറഞ്ഞാൽ കൊട്ടാരത്തിൽ ശങ്ങളുടെ ഐതിഹ്യമാലയുമായിട്ട് നിങ്ങൾക്കൊരു പരിചയമുണ്ട്. ഇപ്പം ഞങ്ങളുടെ നാട്ടിൻ പുറത്തുള്ളൊരു സങ്കല്പമാണ് ഈ അതിരാണിപ്പുല്ല് ചവിട്ടിയ വഴി നടത്തക്കാരനെ കുറിച്ചുള്ളൊരു സംഗതിയുണ്ട്. അതായത് നിങ്ങൾ വീട്ടിലേക്ക് വരുന്ന സമയത്ത് വഴിയിൽ അല്ലെങ്കിൽ പാടത്തുള്ള അതിരാണിപ്പുല്ല് എന്ന് പറയുന്ന പ്രത്യേകതരം പുല്ലുണ്ട്. ആ പുല്ല് ചവിട്ടിക്കഴിഞ്ഞാൽ തീർന്നു. പിന്നെ നിങ്ങൾക്ക് ഒരിക്കലും വീടിൻ്റെ മുന്നിൽ എത്താൻ പറ്റില്ല. നിങ്ങൾ ഇങ്ങനെ വഴികളിൽ കൂടെ കറങ്ങിക്കൊണ്ടേയിരിക്കും. ഈ ലാബിരിന്ത് എന്ന് പറയുന്ന ബൊർഹേസിയൻ, നിങ്ങൾ ഇടവഴികളിൽ കൂടെ നടക്കുന്നു, വരമ്പുകളിൽ കൂടെ നടക്കുന്നു. സ്വന്തം വീടിൻ്റെ അത്താണിൻ്റെ മുന്നിൽ എത്തിക്കഴിഞ്ഞാൽ അത് തിരിച്ചറിയാതെ നിങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. ആ പുല്ല് ചവിട്ടിയതിൻ്റെ എഫക്റ്റാണത്. പിറ്റേ ദിവസം സൂര്യപ്രകാശം തട്ടണം, എങ്കിൽ മാത്രമാണ് ഈ മന്ത്രശക്തി നിങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടുള്ളൂ. അതായത് നമ്മുടെ ഒരു നാട്ടിലുണ്ടായിരുന്ന, ഞാൻ പ്രത്യേകിച്ചും ഈ ശ്രീകൃഷ്ണപുരത്ത് ആ ഭാഗങ്ങളിലുണ്ടായിരുന്ന വേറെ കഥകളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള, ഞങ്ങൾക്ക് അവിടെ പരിയാനം പറ്റമുത്തി, ഉത്രത്തിൽ മുത്തി, നാലിരിക്കാവിലമ്മ, അതെല്ലാം ഈ അമ്മ ദൈവങ്ങളുടേതായിട്ടുള്ള ഒരുപാട് ക്ഷേത്രങ്ങൾ അവിടെയുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് കഥകളുണ്ട്. അവിടുത്തെ ഓരോ ക്ഷേത്രങ്ങളിൽ കൊണ്ടുവന്ന കൊടിമരവുമായി ബന്ധപ്പെട്ട കഥകൾ, ഓരോ മലകളുമായി ബന്ധപ്പെട്ട കഥകൾ, അനങ്ങൻ മല എന്നൊക്കെയാണ് ചില മലകളുടെ പേര്. അപ്പോൾ ആ മലയ്ക്ക് എങ്ങനെ പേര് വന്നു, ഓരോ ജലാശയവുമായി ബന്ധപ്പെട്ടത്, ഓരോ ഒഴുക്കുമായി ബന്ധപ്പെട്ടത് ഒക്കെ ഒരുപാട് കഥകൾ. അങ്ങനെ ഒരു മാന്ത്രിക പരിസരം ആൾറെഡി ഉണ്ട്. അത് നമ്മൾ ഈ വേറെ തരത്തിൽ പറയുന്ന ഒരു അന്ധവിശ്വാസത്തിൻ്റെയോ അങ്ങനെയുള്ള ദുർവ്യാഖ്യാനങ്ങളുടെയോ ഭാഗമായിട്ടുള്ളൊരു സംഗതിയല്ല. എല്ലാവരുടെയും ഉള്ളിലുള്ള ഈ കഥയുടെയും ഈ പ്രപഞ്ചവുമായി നമ്മൾ ബന്ധപ്പെടുന്ന സമയത്തുള്ള ഒരു വണ്ടർമെൻറ്റ്, ഒരു അത്ഭുതം എന്ന് പറഞ്ഞിട്ടുള്ളൊരു വികാരമുണ്ട്. അതാണ് മിക്കവാറും എല്ലാ കഥകളിലും കവിതകളിലും ചിത്രങ്ങളിലൊക്കെ വർക്ക് ചെയ്യുന്ന വേറൊരു സാധനം. നമ്മൾ പറയുന്ന ഈ സോഷ്യൽ റിയലിസവും മറ്റ് സാധനങ്ങളും എല്ലാം ഉണ്ടെങ്കിലും എന്താണ് കല എന്ന് ചോദിക്കുന്ന സമയത്തുള്ള ഒരു സംഗതി ഗോഗെയിൻ്റെ ഒരു പെയിൻറ്റിങ് പോലെയാണ്. അതായത് ഫ്രം വേർ വി ആർ കമ്മിങ്, വാട്ട് വി ആർ ഡൂയിങ് ഹിയർ, വേർ വി ആർ ഗോയിങ് എന്ന് പറഞ്ഞ ഗോഗെയിൻ്റെ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു പെയിൻറ്റിംഗ് ഉണ്ട്. തഹിത്തി ദ്വീപിനകത്തുള്ള ഒരുപാട് സ്ത്രീകളും അവരുടെ ഡെയിലി ലൈഫിൻ്റെ ചില സാധനങ്ങളൊക്കെ വെച്ചിട്ട് എവിടെ നിന്ന് വന്നു, എന്താണ് ഇപ്പോൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്, എങ്ങോട്ടാണ് നാം പോകുന്നത് എന്നുള്ള, അത് മനുഷ്യൻ്റെ പ്രപഞ്ചാസ്തിത്വവുമായി കോസ്മിക് എക്സിസ്റ്റൻസുമായി ബന്ധപ്പെട്ടുള്ള ഒരു ചോദ്യമാണ്. ആ ഒരു അത്ഭുതം ആണ് ബേസിക്കലി എനിക്ക് തോന്നുന്നത് ഈ കഥകളിലൊക്കെ, എൻ്റെ കഥകളിൽ ഞാൻ ഇങ്ങനെ അനുഭവിക്കുന്നൊരു കാര്യം നമ്മൾ എഴുതാൻ ശ്രമിക്കണം, അല്ലാണ്ട് മന്ത്രവാദത്തിൽ വിശ്വാസം ഉണ്ടായിട്ടുള്ളത്. ഇപ്പം അങ്ങ് പറഞ്ഞതാണ് എനിക്ക് ഈ എഴുത്തിൻ്റെ ഒരു കഥയുടെ ബീജം കിട്ടുന്നത് ഈ അതിരാണിപ്പുല്ലെ ചവിട്ടുന്നത് പോലെയാണ്. പിന്നെ അതിൽ നിന്ന് ഇറങ്ങി വരാൻ അത് മിക്കവാറും അങ്ങനെ ആയിരിക്കാം. കാരണം ഇത് എഴുത്തിൻ്റെ ഒരു ആശയം ഉണ്ടാകും. അത് ആശയം എവിടെ നിന്നും വരാം. നിങ്ങൾക്കത്
വായിച്ച എല്ലാ പുസ്തകങ്ങളും നിങ്ങളെ സ്വാധീനിക്കും, വായിച്ചൊരു പത്രക്കുറിപ്പ് വരെ സ്വാധീനിക്കും. അല്ലാണ്ട് ഒരു ഒറിജിനൽ റൈറ്റർ എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു സങ്കല്പത്തിലൊന്നും നമ്മൾ വിശ്വസിക്കുന്നില്ല. കാരണം പറഞ്ഞാൽ നിങ്ങൾ ഉച്ചരിക്കുന്ന, ഇപ്പം നമ്മൾ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഓരോ വാക്കും, ആ ഓരോ വാക്കിൻ്റെ പുറകിൽ തന്നെ എത്രയോ അനേകം മനുഷ്യന്മാരുടെ ഉച്ചാരണവും സംസ്കാരവും ചരിത്രമൊക്കെ ഇൻബിൽറ്റാണ്. അതിന് ആ വാക്കിനെ നമ്മൾ വീണ്ടും ഉപയോഗിക്കണം. അതാണ് എഴുത്തുകാരൻ്റെ ഒരു പ്രശ്നം. അതാണ് എത്രയോ പേർ ആൾറെഡി ഉപയോഗിച്ചിട്ടുള്ള വാക്ക് ആശയത്തിനെ എങ്ങനെ തൻ്റേതാക്കി മാറ്റുന്നു എന്നുള്ളതാണ് എഴുത്തുകാരൻ അനുഭവിക്കുന്ന ഒരു പ്രശ്നം. അപ്പോൾ ഇതിനുള്ളൊരു ആശയം എന്ന് പറഞ്ഞൊരു സാധനം വായിച്ചൊരു പുസ്തകത്തിൽ നിന്നാകാം. അത് ഫിക്ഷൻ തന്നെ ആയിക്കൊള്ളുന്നില്ല, ഹിസ്റ്ററി ആകാം, ഫിലോസഫി ആകാം, അല്ലെങ്കിൽ മാത്തമാറ്റിക്സുമായി ബന്ധപ്പെട്ട ഒരു സബ്ജക്റ്റ് പഠിക്കുന്ന സമയത്ത് കിട്ടുന്നൊരാശയമായിരിക്കാം. അതൊന്നുമില്ലെങ്കിൽ നിങ്ങൾ വെറുതെ കിട്ടുന്ന ഒരു ഇമേജിൻ്റെ രീതിയിൽ നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു കോർണറിൽ കാണുന്ന ഒരു ഇലയനക്കം, ഒരു നിഴൽ വീഴ്ച, ഇത്തരം കാര്യങ്ങളിൽ നിന്ന് നിങ്ങളുടെ ഉള്ളിലേക്ക് ഒരു ആശയം കടന്നു വരാം. പക്ഷേ എല്ലാ ആശയങ്ങളും കഥയായി മാറിക്കൊള്ളുന്നില്ല, എല്ലാ ആശയങ്ങളും വാക്കിന് വഴങ്ങിക്കൊള്ളുന്നില്ല. ചില ആശയങ്ങളുടെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ആശയം നമ്മളെ എഴുതാൻ തുടങ്ങും. ഓക്കെ, അത്തരം എഴുത്തുകൾ നമുക്ക് സുഖകരമായിട്ടുള്ള എഴുത്തുകൾ, അത് നിങ്ങൾക്ക് പെട്ടെന്ന് എഴുതിത്തരും. അത് കഥ നമ്മൾ എഴുതുകയാണ്, അതിൽ നമുക്ക് വലിയ പ്രയാസങ്ങളില്ല. മറിച്ച് ചില കഥകൾ, ചില നോവലുകൾ നമ്മുടെ മനസ്സിലുള്ളത് എത്രയോ വർഷമായിട്ടത് നമ്മുടെ ഉള്ളിൽ കൊണ്ടു നടക്കേണ്ടി വരും. അത് മറന്നു പോകുന്നു, വീണ്ടും തിരിച്ചു വരുന്നു. അത് വേറൊരു പ്രോസസ്സാണ്. നമ്മൾ അതിൻ്റെ ഭാഗമായിട്ട് വേറെ കുറേ സെർച്ചസ് നടത്തേണ്ടി വരും. അതുമായി അനുബന്ധമായിട്ടുള്ള ചിന്തകൾ എന്താണ്, ബന്ധപ്പെട്ട പുസ്തകങ്ങൾ എന്താണ്, അത് വായിക്കുക. ഈ സബ്ജക്റ്റ് പരിചയമുള്ള ആളുകളുമായിട്ട് നമ്മൾ സംസാരിക്കുക, അതുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്യുക. അത് വേറെ ഒരു രസകരമായിട്ടുള്ള കാരണം എഴുതുക എന്ന് പറയുന്ന സാധനത്തിൻ്റെ പുറകിൽ ഒരു ആനന്ദവും കൂടി ഉണ്ടല്ലോ. അപ്പം അങ്ങ് ഈ വാക്കുകളെ പറ്റി പറഞ്ഞുകൊണ്ട്, വാക്കുകൾ നേടുന്ന പുതിയ മാനങ്ങളുണ്ട് കഥകളിൽ, സന്ദർഭം കൊണ്ട് നേടുന്നുണ്ട്, പഴയ അർത്ഥങ്ങൾ അതുപടി നിലനിർത്തുന്നുണ്ട്, പുതുതായ ഒരർത്ഥം കണ്ടെത്തുന്നുണ്ട്. ഇതൊക്കെ സാന്ദർഭികമായിട്ട് അങ്ങ് മനഃപൂർവ്വം ചെയ്യുന്നതാണോ, അതോ അത് കഥയുടെ ഭാഗമായിട്ട് കടന്നു വരുന്നതാണോ? എങ്ങനെയാണ് അർത്ഥവും വാക്കും തമ്മിലുള്ള ഈ ഒരു ബന്ധം? അതിനെ പൊളിക്കുകയും തകർക്കുകയും ചെയ്യുന്നു, അത് രണ്ടും ചെയ്യുന്നു. എല്ലാം ഒരു സ്പോണ്ടാനിറ്റിയുടെ ഒരു പ്രശ്നമാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. എഴുത്ത് അങ്ങനെ ഒരു സ്പോണ്ടാനിയസ് ആയിട്ടുള്ളൊരു പ്രക്രിയയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. അത് നമ്മളിപ്പോൾ നടന്നു പോകുന്ന സമയത്ത് അബദ്ധത്തിൽ ഗട്ടറിൽ വീഴുന്ന പോലത്തെ ഒരു സ്പോണ്ടാനിറ്റി അല്ല എഴുത്ത്. ഓക്കെ, മറിച്ച് അതിൻ്റെ പുറകിലൊരു പ്ലാനിങ് ഒക്കെ ഉണ്ട്. ഒരു നമ്മളതൊരു യഥാർത്ഥത്തിൽ നിങ്ങളൊരു നോവൽ അല്ലെങ്കിൽ ഒരു കഥയൊക്കെ ചെയ്യാന്ന് പറഞ്ഞ സമയത്ത് നമ്മൾ വേറൊരു പ്രപഞ്ചം തന്നെയാണ് പ്ലാൻ ചെയ്യുന്നത്. ദൈവത്തിന് തുല്യമായി നമ്മളൊരു പ്രപഞ്ച സൃഷ്ടി നടത്തുന്നതിന് തുല്യമായി ഒരു പരിപാടിയാണ് അത് ചെയ്യുന്നത്. കാരണം നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന കഥാപ്രപഞ്ചത്തിൽ ചിലപ്പോൾ ഇനി ദൈവം സൃഷ്ടിക്കപ്പെടാനിരിക്കുന്ന ഒരു സംഗതിയാണ്. ആൾറെഡി ഉണ്ടായിട്ടുള്ളൊരു ദൈവം ഉണ്ടാക്കി വെച്ചിട്ടുള്ളൊരു പ്രപഞ്ചത്തിൽ നമുക്ക് അസംതൃപ്തി ഉള്ളത് കൊണ്ടാണ് വേറെ പുതിയൊരു പ്രപഞ്ചം ഉണ്ടാക്കുകയും ആ പ്രപഞ്ചത്തിൽ ഇനി ദൈവത്തിനൊരു സാധ്യത ഉണ്ടാവുകയും ചെയ്യാം എന്നുള്ള രീതിയിലൊക്കെയാണ് ഈ എഴുത്തിൻ്റെ ഒരു പരിപാടി നടക്കുക. ആ സമയത്ത് വാക്കുകളുടെ ഒരു കാര്യം ചോദിക്കുമ്പോൾ, ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മൾ ഈ പഴയ പുസ്തകങ്ങൾ വായിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആയിരിക്കും. അപ്പോൾ വിരുദ്ധൻ ശങ്കുവിൻ്റെ ഒരു കാര്യം ഞാൻ ഇങ്ങനെ പറയാം. ഇപ്പോൾ വിരുദ്ധൻ ശങ്കു ഞാൻ ഇങ്ങനെ അടുത്ത കാലത്ത് വേറെ എന്തോ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട്, അതായത് പഴയ മലയാള ഭാഷ, അന്നത്തെ വാക്കുകളുടെ ഉപയോഗം, അങ്ങനെ കാര്യങ്ങൾ നോക്കുകയാണ്. അപ്പോൾ അത് നോക്കുന്ന സമയത്ത് അത് കഥ നോക്കാൻ വേണ്ടിയിട്ട് മാത്രമല്ല നോക്കുന്നത്. അന്ന് ഉപയോഗിച്ച വാക്കുകൾ, അന്ന് അവർ രാത്രി എങ്ങനെയാണ് ഡിസ്ക്രൈബ് ചെയ്തത്, അന്ന് അവർ ദേശത്തിനെ എങ്ങനെ കണ്ടു, അന്നത്തെ സൂര്യാസ്തമനത്തിൻ്റെ സ്വഭാവം എന്താണ്, അന്നത്തെ പകലിൻ്റെ സ്വഭാവം എന്താണ്, അന്ന് രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ മനുഷ്യന്മാർ എന്താ ചെയ്യുക. നമ്മളിപ്പോൾ ഇന്ന് എഴുന്നേറ്റ് ഡ്രസ് എടുത്തു, ടി വി ഓൺ ചെയ്തു, പക്ഷേ അവരുടെ പ്രഭാത കർമ്മങ്ങൾ എന്തായിരുന്നു, അവർ കഴിച്ച ഭക്ഷണം എന്താണ്, അവരുടെ വസ്ത്രധാരണ രീതി എന്ത്, അങ്ങനെ പല കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിനകത്തുള്ളൊരു രസകരമായിട്ടുള്ളൊരു സാധനം എനിക്ക് ഇങ്ങനെ മനസ്സിലിപ്പോൾ ഇങ്ങനെ പെട്ടെന്ന് നിങ്ങൾ വാക്കുകളെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഓർമ്മ വരുന്നൊരു കാര്യം, ഈ വിരുദ്ധൻ ശങ്കു വേറൊരാളെ പറ്റിക്കുകയാണ്. അയാൾ അങ്ങോട്ട് പോകുന്ന സമയത്ത് പറയും, നിങ്ങളിപ്പോൾ ആ വഴിക്ക് പോകരുത്, കാരണം അവിടെ ആ വഴിയിൽ ഒരു തെങ്ങോല വരയൻ കിടപ്പുണ്ടെന്ന് പറയും. അപ്പം ഞാൻ ഒരു തെങ്ങോല വരയൻ ആ വഴിയിൽ കിടപ്പുണ്ടെന്ന് പറയും. അപ്പം ഞാൻ നമ്മുടെ ഇപ്പോഴത്തെ ഒരു ഇതൊക്കെ വിചാരിക്കും തെങ്ങോല വരയൻ എന്ന് പറഞ്ഞ ഒരു പാമ്പോ അങ്ങനെ എന്തോ ഒരു സാധനമാണ് അവിടെ കിടക്കുന്നത്. പക്ഷെ തെങ്ങോല വരയൻ എന്ന് പറഞ്ഞിട്ട് പുലിയാണ് അവിടെ കിടക്കുന്നത്. ആ പുലിയുടെ പാടിൻ്റെ ഇതാണ് തെങ്ങോല വരയൻ എന്നവർ പറയുന്നത്. അതിൻ്റെ അപ്പോൾ നമുക്ക് പെട്ടെന്ന് അതിൻ്റെ കളറ്, അതിൻ്റെ സ്ട്രിപ്പിൻ്റെ ഒരു സ്വഭാവം എല്ലാം നമുക്ക് ഓർമ്മ വരും. മാത്രവുമല്ല അന്നത്തെ നടവഴികൾ, അന്ന് കാടും, ഇന്നിപ്പോൾ നമ്മൾ പ്രകൃതി നാശം, ഇക്കോ ഇതൊക്കെ പറയുന്ന സമയത്ത് അന്നത്തെ കാടിൻ്റെ
നാടിൻ്റെയും സാമീപ്യം, വഴിയിൽ നിങ്ങൾ വെറുതെ വിശ്രമിച്ച് കിടക്കുന്ന ഒരു പുലി, അങ്ങനെ ഒരുപാട് ഇമേജസാണ് നമ്മുടെ ഉള്ളിലേക്ക് വരുന്നത്. ഇതാണ് വാക്കിൻ്റേതായിട്ടുള്ള ഒരു സംഗതി. പിന്നെ നമ്മൾ നിത്യപരിചയമുള്ള വാക്കുകൾ തന്നെ ഈ കഥയുടെ കോണ്ടെക്സ്റ്റിലേക്ക് വരുന്ന സമയത്ത്, അല്ലെങ്കിൽ അതിലൊരു വാചകത്തിൻ്റെ കോണ്ടെക്സ്റ്റിലേക്ക് വരുന്ന സമയത്ത് ആ വാചകം ആ വാക്കിൻ്റെ അർത്ഥം പരിപൂർണമായിട്ടും തകിടം മറിക്കപ്പെടും. അതിനൊരു വേറൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഈ റിൽക്കെ അയാളുടെ അനുഭവം പറയുന്നൊരു സംഭവമുണ്ട്. റിൽക്കെയും അദ്ദേഹത്തിൻ്റെ 2-3 സുഹൃത്തുക്കളും കൂടി ഇങ്ങനെ രാത്രിയിൽ ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഗാഢമായ ഇരുട്ട്, അതുപോലത്തെ ഒരു രാത്രി. അപ്പോൾ അവർ പെട്ടെന്ന് ഒരു തിരിവ് കഴിഞ്ഞ സമയത്ത് അവരുടെ മുന്നിൽ തെളിയുന്നൊരു കാഴ്ച എന്ന് പറയുന്നത് വിദൂരമായ ചക്രവാളത്തിൽ ഒരു വീട് മാത്രം. ആ വീടിൻ്റെ ലൈറ്റ്സ് കംപ്ലീറ്റ് കത്തിയിട്ടുണ്ട്. അതവർ 3 പേരും നോക്കി നിൽക്കുന്നു. അപ്പോൾ നമുക്കത് ഇമാജിൻ ചെയ്യാൻ പറ്റണം. ആ ഗാഢമായിട്ടുള്ള വിശാലമായിട്ടുള്ള രാത്രിയിൽ 3 സുഹൃത്തുക്കൾ നടന്നു പോകുമ്പോൾ ഈ 3 സുഹൃത്തുക്കളുടെയും കണ്ണിൽ വരുന്ന ഒരേ ഒരു കാഴ്ച എന്ന് പറയുന്നത് വിദൂരമായ ചക്രവാളത്തിൽ ഫുള്ളി ലൈറ്റ് ആൻഡ് അപ്പായിട്ടുള്ള ഒരു വീട് മാത്രം. റിൽക്കെ പറയുന്നത് ഞങ്ങൾ 3 പേരും അങ്ങേയറ്റം അടുത്ത സുഹൃത്തുക്കളാണെങ്കിലും അതേ നിമിഷം ഞങ്ങളെല്ലാവരും ഏകാന്തരായിട്ടുള്ള വേറെ മനുഷ്യന്മാരായി. ഞങ്ങൾ രാത്രിയെ കണ്ടുപിടിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ രാത്രി എന്ന പദത്തിനെ അവിടെ വെച്ചിട്ട് കണ്ടുപിടിക്കുന്നത്. ഇതാണ് നമ്മൾ എഴുതുന്ന സമയത്ത് നമ്മൾ നടക്കുന്ന ഒരു പ്രോസസ്സ് എന്ന് പറഞ്ഞ ഒരു സുഖം. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു സ്പോണ്ടാനിയസ് ആയിട്ടുള്ളൊരു സംഗതി അല്ലെങ്കിലും നിങ്ങൾ എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഏതോ ഒരു മൊമെൻറ്റിൽ ഈ സ്പോണ്ടാനിറ്റീൻ്റെ എലിമെൻറ്റ് വർക്ക് ചെയ്ത് തുടങ്ങും. അപ്പോൾ നമ്മൾ അറിയാതെ തന്നെ പദങ്ങളും ഈ വാചകങ്ങളൊക്കെ, അതാണ് യഥാർത്ഥത്തിൽ ഈ എഴുത്തിൻ്റെ സർഗാത്മക ക്രിയയിലുള്ള നമ്മുടെ യഥാർത്ഥത്തിലുള്ള ആനന്ദം. നിങ്ങൾ ഭയങ്കര പ്ലാൻഡായി ഫോമൊക്കെ പ്ലാൻ ചെയ്യും, കഥാപാത്രങ്ങളുടെ പേര് പ്ലാൻ ചെയ്യും, ടൈം പ്ലാൻ ചെയ്യും, എല്ലാ സാധനങ്ങളും. ഇപ്പോൾ ചെക്കോവ് പറയുന്നൊരു സാധനം, നിങ്ങളൊരു കഥ എഴുതുന്ന സമയത്ത് ആദ്യം എഴുതിയ വാചകവും അവസാനം എഴുതിയ വാചകം വീണ്ടും തിരുത്തുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ നല്ല കഥ എന്നാണ് പറയുന്നത്. അപ്പോൾ അത് പ്ലാനിങ് തന്നെയാണ്. അല്ലാണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞ ഗട്ടറിൽ വീണ സ്പോണ്ടാനിറ്റി അല്ല അത്. അപ്പോൾ ആ രീതിയിൽ ഈ വാക്കുകൾ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കും. അതിൻ്റെ വേറെ തരത്തിലുള്ളൊരു രസതന്ത്രം, വേറെ തരത്തിലൊരു ആൽക്കമി, രസതന്ത്രമല്ല, ആ ഒരു ആൽക്കമി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നതാണ് എഴുത്ത് നമുക്ക് തരുന്ന വലിയൊരു ആനന്ദം. നമുക്ക് പുതിയ വാക്കുകൾ ഉണ്ടാക്കാൻ പറ്റുമോ, അതൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഭവം. അങ്ങ് അല്പം ചിത്രങ്ങളെ പറ്റി പറഞ്ഞു, പെയിൻറ്റിങ്ങുകളെ പറ്റി. ശരിക്കും പെയിൻറ്റ് ചെയ്തിട്ടുണ്ടോ, അതോ പെയിൻറ്റിങ്ങുമായിട്ട് അടുപ്പമുണ്ടോ? കഥകളിലൊക്കെ ഈ ചിത്രരചനയുമായിട്ടുള്ള ചിത്രങ്ങളുമായിട്ടുള്ള ഒരുപാട് റെഫറൻസുകൾ, എന്നാൽ ചിത്രം പോലെയുള്ള ചില ഇമേജുകൾ, വിവരണങ്ങൾ, ഇതൊക്കെ കാണാറുണ്ട്. ചിത്രകലയുമായിട്ടുള്ള അടുപ്പം എങ്ങനെയാണ്? ഞാൻ ഈ പുസ്തകത്തിൻ്റെ ആമുഖത്തിലൊരു കാര്യം പറഞ്ഞിട്ടുള്ളൊരു സാധനം, ഞാൻ ജനിച്ചു വീണിടത്തിൽ സുഖത്തിനും ദുഃഖത്തിനും ഇരുണ്ട പച്ച നിറമാണെന്ന് പറഞ്ഞു. അപ്പോൾ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ വീടിൻ്റെ അല്ലെങ്കിൽ ആ പരിസരത്ത് തന്നെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പച്ചയുടെ വിവിധതരം ഗ്രേഡ്സ്, വേരിയേഷൻസ് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ തന്നെ നമ്മുടെ കാഴ്ചകൾ അവിടെ വെച്ചിട്ട് ആരംഭിച്ചിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ നേരത്തെ പറഞ്ഞിട്ടുള്ളതുപോലെ നമ്മുടെ ഒരു വിഷ്വൽസ് എന്ന് പറഞ്ഞ സാധനം എന്താണ്, ഈ അമ്പലവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, അല്ലെങ്കിൽ കാളവേലയ്ക്കും കുതിരവേലയ്ക്കൊക്കെ വരുന്ന പ്രത്യേകതരം രൂപങ്ങൾ, അത്തരം നിറങ്ങളും മറ്റു സാധനങ്ങളൊക്കെ ആയിട്ടാണ് നമ്മുടെ ഒരു വിഷ്വൽസുമായിട്ടുള്ളൊരു ബന്ധം വരുന്നത്. ഇന്നിപ്പോൾ നമുക്കത് എന്ന് പറഞ്ഞാൽ ഇത് പോയി വേറെ തരത്തിൽ പോയി. കാരണം വലിയ ഹോർഡിങ്സ്, വലിയ ബിൽഡിങ്സ്, അതൊക്കെ നമ്മുടെ കാഴ്ച, അതിൻ്റെ ഒരു സംഗതികളെ തടയണം. അപ്പം ഞാൻ ഇങ്ങനെ ഒരു നഗരത്തിൽ താമസിക്കുന്നു. അപ്പോൾ എന്നെ സംബന്ധിച്ചുള്ള മുമ്പിൽ നോക്കിക്കഴിഞ്ഞാൽ വലിയ ഫ്ലാറ്റുകൾ മാത്രമേ കാണൂ. ആകാശത്തിൻ്റെ വരെ കാഴ്ച മറക്കപ്പെട്ടിട്ടുള്ള സംഗതിയാണ്. എല്ലാം ഞാൻ പുറത്തിറങ്ങി ഡ്രൈവ് ചെയ്ത് പോകുന്ന സമയത്ത് ഈ ഹോർഡിങ്സ് അങ്ങനെയുള്ള കാഴ്ചകളേ ഉള്ളൂ. അപ്പോൾ ആ തരത്തിൽ തന്നെ കാഴ്ച തന്നെ ചിന്ന ഭിന്നമായിട്ട് പോയിട്ടുണ്ട്. പക്ഷേ നമ്മൾ നേരത്തെ ഈ പറഞ്ഞ കാഴ്ചകളുണ്ട്, അതുള്ളിൽ തന്നെയുള്ള ആ മെറ്റഫേഴ്സ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ സുഹൃത്തുക്കൾ, ചിത്രകാരന്മാരായിട്ടുള്ള ഒരുപാട് അടുത്ത സുഹൃത്തുക്കളൊക്കെ എനിക്കുള്ളത് കൊണ്ടും, അന്ന് നമ്മൾ ഡൽഹിയിലും കൽക്കട്ടയിലൊക്കെ ഈ ജോലിയുടെ ഒക്കെ ഭാഗമായിട്ട് തെണ്ടി നടക്കുന്ന സമയത്ത് അന്ന് നമുക്ക് ഈ ഗ്രേറ്റ് ആർട്ടിസ്റ്റിൻ്റെ പുസ്തകങ്ങൾ കിട്ടും, 10 രൂപ കൊടുത്തു കഴിഞ്ഞാൽ. അപ്പോൾ അങ്ങനെയാണ് വാൻ ഗോഗ്, ഗൊഗെയിൻ അങ്ങനെയൊക്കെയുള്ള ആളുകളെ കുറിച്ചിട്ട് അറിയുന്നു. അതിനേക്കാൾ കൂടുതലായിട്ട് ഇപ്പോൾ മലയാളത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എഴുത്തിൻ്റെ ഭാഗമായിട്ട്, കാരണം വാൻ ഗോഗിൻ്റെ ചിത്രങ്ങൾ കാണാതെ തന്നെ വാൻ ഗോഗിൻ്റെ ചെവിയെക്കുറിച്ചുള്ള കഥകളും കവിതകളൊക്കെ വന്നിട്ടുണ്ട്. കാരണം അവരുടെ ജീവിതം, അതിൻ്റെ തീക്ഷ്ണതയൊക്കെയാണ് നമ്മളെ ബാധിക്കുന്നൊരു സ്ഥലം. പക്ഷേ പിന്നീട് ഭാഗ്യവശാൽ എനിക്ക് ഈ പറഞ്ഞിട്ടുള്ള മേജർ ആർട്ടിസ്റ്റുകളുടെയൊക്കെ പെയിൻറ്റിങ്സ് കാണാൻ സാധിച്ചിട്ടുണ്ട്. മ്യൂസിയത്തിൽ പോയിട്ട് നേരിട്ട് നമ്മളത് കണ്ടിട്ടുണ്ട്. ഗൊഗെയിനും വാൻ ഗോഗും സെസ്വാനും മൊനിയും ദാലിയും അതുപോലെ
ഈവൻ ശില്പത്തിനകത്ത് ജയ്ക്കോമിറ്റി അങ്ങനെയൊക്കെയുള്ള ഹെൻറിമോ അത് കാണാൻ സാധിച്ച എൻ്റെ വലിയൊരു ഭാഗ്യമായിട്ടാണ്. അപ്പോൾ അതെനിക്ക് വേറെ തരത്തിൽ അങ്ങേറ്റം താല്പര്യമുള്ള ഒരു സംഗതി. കാരണം ഓരോ വാക്കുമായി ബന്ധപ്പെട്ട് വേറെ തരത്തിലുള്ള ചിത്രങ്ങളും 3 ഡിമെൻഷനായുള്ള ശില്പങ്ങളും ഓബ്ജക്ട്സൊക്കെ നിലനിൽപ്പുണ്ട്. കാരണം നമ്മൾ ശൂന്യം എന്ന് പറഞ്ഞുള്ള ഒരു വാക്ക് പറയുമ്പോൾ തന്നെ അത് നിങ്ങളുടെ മനസ്സിലുണ്ടാക്കുന്ന ഒരു ചുഴിയുടെ ഒരു രൂപം, അല്ലെങ്കിൽ ചാര നിറത്തിലുള്ളൊരു ഗ്രേ കളറിൻ്റെ ഒരു ടോൺ, അങ്ങനെ ചില സാധനങ്ങൾ നമ്മൾ ഓരോ വാക്കുമായിട്ടും ബന്ധപ്പെട്ടിട്ടുണ്ടല്ലോ ആ സംഗതികൾ. അത് ഈവൻ ഇപ്പോൾ രസങ്ങളെക്കുറിച്ച് പറയുന്ന സമയത്ത് തന്നെ രസങ്ങളെ ഓരോ നിറങ്ങളിലേക്കൊക്കെ ബന്ധപ്പെടുത്തിയിട്ടൊക്കെ നാട്യശാസ്ത്രത്തിൽ പറഞ്ഞിട്ടുണ്ട്. മറ്റേ നിങ്ങൾ ഉദാഹരണത്തിന് രൗദ്രം എന്ന് പറഞ്ഞ സാധനം, ചുവപ്പ് അത് നിറവുമായിട്ട് പെട്ടെന്ന് ബന്ധപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ രീതിയിൽ മാത്രമല്ല അത് ഞാൻ വളരെ ബോധപൂർവം തന്നെ ഈ ചിത്രങ്ങളും ചിത്രകാരന്മാരുടെ ഞാൻ എഴുതാൻ ഉദ്ദേശിക്കുന്ന ഒരു സാധനം കൂടിയാണത്. നമ്മൾ കണ്ടിട്ടുള്ള ചിത്രകാരന്മാരും അവർ ആ സമയത്തുണ്ടായിട്ടുള്ള അനുഭവങ്ങളും ആ ചിത്രങ്ങൾ നമുക്ക് നൽകിയിട്ടുള്ള ഞാൻ അമേരിക്കയിൽ പോയിട്ടുള്ള ഒരുപാട് മ്യൂസിയങ്ങളിൽ കൂടെ കറങ്ങി, ന്യൂയോർക്കിലെ മോമ, അങ്ങനെ LACMA അങ്ങനെയുള്ള മ്യൂസിയങ്ങൾ കറങ്ങിയിട്ടുള്ള ഒരു അനുഭവത്തിനെ കുറിച്ചുള്ള ഒരു എഴുത്താണത്. 5-6 മാസം ഉണ്ടായിട്ടുള്ള. കാരണം അമേരിക്ക തന്നെ വലിയൊരു മ്യൂസിയമാണ്. അതിൻ്റെ ഇടയിൽ നമ്മൾ വീണ്ടും മ്യൂസിയങ്ങൾ കാണുമ്പോൾ അതിൻ്റെ ഒരു സിമുലേഷൻസിൻ്റെ ഒരു സാധനമൊക്കെ ബോധനയൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു സാധനം ആ ഒരു രീതിയിൽ എഴുതാൻ പറ്റുമെന്ന് ശ്രമിക്കും. നിറങ്ങളെ പറ്റി പറഞ്ഞു പെട്ടെന്ന് ഇപ്പം രൗദ്രം ചുവപ്പ്, പക്ഷെ അങ്ങയുടെ കഥയിൽ ഇത്ര എളുപ്പത്തിൽ ഇങ്ങനെ കണക്ട് ചെയ്യാവുന്ന നിറങ്ങളല്ല. ഉദാഹരണമായിട്ട് ഞാൻ പെട്ടെന്ന് ഓർക്കുന്നത് ബുദ്ധിസ്ഥിരതയില്ലാത്ത ഒരുത്തനെ ദഹിപ്പിച്ച അവൻ്റെ ചുടലച്ചാരത്തിൻ്റെ നിറം എന്ന് പറയും. സൈബർ സ്പേസിനെ കുറിച്ച്. അതെ, അതെന്തൊരു നിറമാണ്. നമുക്ക് ഇതുപോലെ ഡിഫൈൻ ചെയ്യാൻ വയ്യാത്ത ഒരു നിറം. അപ്പം നിറങ്ങളെ, വാക്കുകളുടെ അർത്ഥം മാറുന്ന പോലെ നിറങ്ങൾക്ക് നമുക്ക് ഒരുപാട് മാനങ്ങൾ കൊടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. ഒരുപക്ഷെ ചിത്രകാരൻ്റെ മേഖലയായിരിക്കാം. അതെ, അത് കാരണം ഇതെല്ലാം പരസ്പരം ബന്ധപ്പെട്ട് അങ്ങേയറ്റം പരസ്പരം ബന്ധപ്പെട്ടിട്ടുള്ളത്. കാരണം സയൻസ് ആണെങ്കിലും ഇയാളുടെ ഈ സുബ്രഹ്മണ്യം S. ചന്ദ്രശേഖരൻ്റെ ഒരു ആർട്ടിക്കിളുണ്ട്. ആ ആർട്ടിക്കിളിനകത്ത് ആൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു കാര്യം അതാണ്. ബീതോവൻ്റെ മ്യൂസിക്കും ന്യൂട്ടൻ്റെ പ്രിൻസിപ്പിയ മാത്തമെറ്റിക്കും ഷേക്സ്പിയറുടെ ടെമ്പസ്റ്റ് എന്ന് പറഞ്ഞ പറഞ്ഞു. ഈ 3 ഒന്ന് സയൻസിൻ്റെ മേഖലയാണ്, മറ്റ് സംഗീതത്തിൻ്റെ മേഖല, മറ്റ് സാഹിത്യം. അതിൻ്റെ ക്രിയേറ്റിവിറ്റിയുടെ പാറ്റേൺസ് തമ്മിലുള്ള ബന്ധത്തിനെക്കുറിച്ചുള്ള ഒരു പഠനമാണത്. S. ചന്ദ്രശേഖർ ചെയ്യുന്ന ഒരു സാധനം. അതേപോലെ തന്നെ അദ്ദേഹം ചെയ്തുള്ള വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ റിലേറ്റിവിറ്റി തിയറി കംപ്ലീറ്റ് ക്ലോത്ത് മൊനയുടെ ഒരു സീരീസ് ഓഫ് പെയിൻറ്റിങ്സ് വെച്ചിട്ടാണ് റിലേറ്റിവിറ്റി തിയറിയെക്കുറിച്ച് പറയുന്നത്. കാരണം മൊനെ ചെയ്യുന്നത് സൂര്യപ്രകാശം മാറുന്നതിനനുസരിച്ചിട്ട് ഒരു മരക്കൂട്ടങ്ങളിൽ ഉള്ള ഒരു ഉദ്യാനത്തിലെ മരക്കൂട്ടങ്ങളുടെ വ്യത്യാസം രാവിലെ മുതൽക്ക് വൈകുന്നേരം വരെ ഒരു സീരീസ് ഓഫ് പെയിൻറ്റിങ് മുന്നേ ചെയ്തിട്ടുണ്ട്. അത് ഇങ്ങനെ സ്ക്രീനിൽ കാണിച്ചിട്ടാണ് S. ചന്ദ്രശേഖർ ഐൻസ്റ്റൈൻ്റെ റിലേറ്റിവിറ്റി തിയറി. അപ്പോൾ ഇതെല്ലാം അങ്ങേറ്റം പരസ്പര ബന്ധമുള്ള ഒരു കാര്യം. നമ്മളിത് ബോധപൂർവം ബന്ധിക്കുന്നതല്ല. അതൊരു എനിക്ക് തോന്നുന്നു നിലനിൽപ്പിൻ്റെ ഭാഗമായിട്ട് ഇതൊക്കെ തമ്മിൽ പരസ്പര ബന്ധമുണ്ട്. നിലനിൽപ്പിനേക്കാൾ ഉപരിയായിട്ട് ബിക്കമിങ്, നമ്മളിങ്ങനെ ആയിത്തീർന്നുകൊണ്ടിരിക്കുന്നത്. ഈ എക്സിസ്റ്റൻസിൻ്റെ ഒരു അതാണല്ലോ ആർട്ട് എന്ന് പറഞ്ഞ സാധനം. നമ്മുടെ ഈ ആയിത്തീരൽ എന്ന് പറഞ്ഞ ഒരു പ്രക്രിയയായിട്ട് ബന്ധപ്പെട്ടിട്ട് ഉള്ളൊരു ബന്ധങ്ങളാണത്. അത് എനിക്ക് തോന്നുന്നു. ഓക്കെ, അപ്പോൾ അങ്ങയുടെ സംസാരത്തിൽ നിന്നും അങ്ങയുടെ എഴുത്തിൽ നിന്നും അങ്ങയുടെ വായന വളരെ ഒരു പരന്നതാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇങ്ങനെ ടെക്നോളജിയുടെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ഒരാൾ സാധാരണ വായിക്കാൻ ഇടയില്ലാത്ത സാഹിത്യം വായിക്കുന്നതല്ല ഞാൻ പറഞ്ഞത്, ഈ ഫിലോസഫി, തിയറിറ്റിക്കലായിട്ടുള്ള റൈറ്റിങ്സ്. അപ്പോൾ അങ്ങനെ ഇതിനകത്ത് ഫൂക്കോയെ പറ്റി സൂചിപ്പിക്കുന്നു, ബോദ്രിയറിനെ പറ്റി പറയുന്നു, ദെറിദയെ പറ്റി സൂചിപ്പിക്കുന്നു. ഇങ്ങനെയുള്ള തിയറിറ്റിക്കലായിട്ടുള്ള വായനയിലേക്ക് എങ്ങനെ കടന്നു വരിക, എങ്ങനെയാണത് സംഭവിക്കുക? കാരണം ഫിലോസഫിയോ ലിറ്ററേച്ചറോ ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരാണെങ്കിൽ ഇതൊക്കെ വായിക്കും, ചരിത്രത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് അതൊന്നും അല്ലല്ലോ. എങ്ങനെയാണ് പിന്നെ ഇതിലേക്ക് ഇങ്ങനെയുള്ള കൃതികളിലേക്ക് അങ്ങ് കടന്നു വരിക? അത്ര എളുപ്പമുള്ള വായനയുമല്ല അത്. ആത്യന്തികമായി ജിജ്ഞാസയുടെ ഭാഗമായിട്ടുള്ളൊരു വായന തന്നെയാണ്. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം അത് ഇപ്പോൾ ദരിദ്രയെ നമ്മൾ വായിക്കണമെങ്കിലും അതൊരു താത്വികമായിട്ടുള്ളൊരു ടെക്സ്റ്റ് വായിക്കുക, അല്ലെങ്കിൽ ആ രീതിയിലല്ല അത് വായിക്കുന്നത്. അത് വായിക്കുന്നത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം യഥാർത്ഥത്തിൽ എഴുത്തുകാരനുള്ള അസംസ്കൃത പദാർത്ഥങ്ങളാണ്. ഫിലോസഫി ആണെങ്കിലും ഓക്കെ, എഴുത്തുകാരനെ സംബന്ധിച്ചിടത്തോളം ഓക്കെ, ഫിലോസഫർ എങ്ങനെയാണ് ഒരു എഴുത്തുകാരനെ അസംസ്കൃത പദാർത്ഥമാക്കുന്നത്, അതേപോലെ തന്നെ നമ്മളെ സംബന്ധിച്ചോളം ഫിലോസഫി ഇപ്പോൾ പ്ലാറ്റോ റിപ്പബ്ലിക്കിനകത്ത്
കഥയും കവിതയും നാടകവും ചിത്രകലയും ഒക്കെ തള്ളിപ്പറയുന്ന സമയത്ത് നമുക്ക് ഫിലോസഫിയോട് വിരോധമല്ല. ആ പറഞ്ഞ പ്ലേറ്റോ എങ്ങനെയാണ് നമുക്കൊരു കഥാപാത്രമായി മാറുന്നതെന്നാണ് പ്രശ്നം. ഓക്കെ, അപ്പോൾ അത് യഥാർത്ഥത്തിൽ കഥ എഴുതുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നോവൽ എഴുതുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ഈ ആ ഒരു ആഖ്യാനത്തിൻ്റെ രീതികൾക്ക് വേണ്ടിയിട്ടും ആ ഒരു ആവിഷ്കാരത്തിന് വേണ്ടിയിട്ടും അതിനെ ഞാൻ ഒരു വൾഗർ എസ്തെറ്റിസൈസേഷൻ്റെ ഭാഗമായിട്ട് പറയുന്നില്ല, വേറെ തരത്തിലൊരു സൗന്ദര്യവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഈ വായനകൾ സംഭവിക്കുന്നത്. അതിപ്പോൾ ഫിലോസഫി ആണെങ്കിലും അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ചിത്രകാരൻ്റെ ഒരു ബയോഗ്രഫി വായിക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക ഒരു ബ്യൂനുവലിൻ്റെ സിനിമ ആത്മകഥ നമ്മൾ വായിക്കുന്നു. ആ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ നോക്കിക്കാണുന്നത് അല്ലെങ്കിൽ സിനിമകൾ കാണുന്നത് വരെ എന്ന് പറഞ്ഞാൽ അതിൻ്റേതായിട്ടുള്ള സ്വതന്ത്രമായിട്ടുള്ള രീതിയിലൊക്കെ നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ ആത്യന്തികമായിട്ട് അത് പിന്നെ നമ്മുടെ മനസ്സിൽ അപ്പം വർക്ക് ചെയ്യല്ല, പിന്നെ നമ്മുടെ എഴുത്തിൻ്റെ ഒരു അസംസ്കൃത വസ്തു, ഒരു റോ മെറ്റീരിയലായിട്ടാണ് ഈ കാര്യങ്ങൾ നടക്കുന്നത്, ഈ വായനയും മറ്റു സാധനങ്ങൾ. കാരണം ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യണം എന്നുള്ള ജീവിതത്തിൻ്റെ ഒരു ചോദ്യത്തിനകത്ത് നമ്മൾ ഇന്നത് ചെയ്യണമെന്ന് ഏകദേശം തീരുമാനിച്ചിട്ടുണ്ട്. എഴുതണം എന്നത് ഒരു തീരുമാനമാണല്ലോ. എത്രമാത്രം അത് വിജയിക്കും, എത്രമാത്രം നന്നായിട്ട് എഴുതാൻ പറ്റും, ഭാവിയിൽ ഇനി എഴുതൂ എന്നുള്ള കാര്യങ്ങളൊന്നും ഉറപ്പില്ലെങ്കിലും ഓരോ മനുഷ്യനും അവരുടെ ജീവിതത്തിൽ ഓരോ പ്രോജക്റ്റ് വയ്ക്കുന്നുണ്ട്. ഒരു വലിയ വീടുണ്ടാക്കണം, അല്ലെങ്കിൽ ഒരു മെഴ്സിഡസ് ബെൻസ് ഒരു കാർ വാങ്ങണം എന്ന് പറഞ്ഞ പോലെ സാധാരണ മനുഷ്യന്മാർ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ രീതിയിലുള്ള കഷ്ടപ്പെട്ട പ്രോജക്ട്സ് വരെ നടക്കുന്നൊരു സമയത്ത് നമ്മളൊരു മധ്യവർഗ ഒരു സമൂഹത്തിനകത്ത് ജീവിക്കുന്ന മലയാളിയായിട്ടുള്ള ഞാൻ എൻ്റെ ജീവിതത്തിൽ എഴുത്തുകാരൻ എന്നുള്ളൊരു ലക്ഷ്യം വെച്ചിട്ടുള്ളത് കൊണ്ട് ബാക്കി കാര്യങ്ങൾ കാണും വായിക്കും ഒക്കെ ചെയ്യുന്നത് അതിൻ്റെ ഒരു ടൂൾ, അസംസ്കൃത പദാർത്ഥം, അതൊരു ഉപയോഗം എന്നുള്ള ആ ഒരു മോശം അർത്ഥത്തിലല്ല, നമ്മുടെ ആൻസൈറ്റിയുടെ ഭാഗമായിട്ട് കൂടിയിട്ടുണ്ട് ഈ കാര്യങ്ങൾ നോക്കുന്നത്. അതിൻ്റെ പുറത്ത് ഒരു ആങ്സ്റ്റിൻ്റെ ഒരു പ്രശ്നം കൂടിയുണ്ട് നമ്മുടെ. കാരണം എഴുത്ത് എന്ന് പറഞ്ഞ സാധനം ഒരു എബിരേഷൻ്റെ ഒരു മേഖലയും കൂടിയാണ്, അപഭ്രംശങ്ങൾ നടക്കുന്നൊരു മേഖല കൂടിയാണ്. ആ അപഭ്രംശങ്ങൾ ഉണ്ടാക്കുന്ന അസ്വസ്ഥത എന്നാൽ നിങ്ങൾക്ക് എല്ലാ അപഭ്രംശങ്ങളും എല്ലാ ക്രൈമും എല്ലാം ചെയ്യാൻ സാധ്യതയുള്ളൊരു മേഖല കൂടിയാണ് ഈ സാധനം. ഒരു നല്ല കുറ്റവാളിക്ക് നല്ലൊരു എഴുത്തുകാരനാവാൻ പറ്റും. അപ്പോൾ അതിനു വേണ്ടിയിട്ട് നമ്മൾ വായിക്കുന്നതൊക്കെയാണ് ഈ കാര്യങ്ങൾ. കാരണം ഇപ്പോൾ നോവലിനെ കുറിച്ച് പറയുന്ന സമയത്ത് ലൂക്കാച്ച് നോവലിനെ കുറിച്ച് എന്ത് പറഞ്ഞു എന്ന് നമുക്ക് നോക്കേണ്ടി വരും. അല്ലെങ്കിൽ മിഖായിൽ ബക്തിൻ എങ്ങനെയാണ് ഹെറ്ററോഗ്ലോസി അതൊക്കെ പറഞ്ഞുള്ള കൺസെപ്റ്റ്സും മറ്റ് സാധനങ്ങൾ ഉപയോഗിക്കുന്നു, പോളിഫോണി, അതിൻ്റെ ബഹുഭാഷണം. അത് ബക്തിനൊക്കെ നോവലിനെ കുറിച്ച് പറയുന്ന ഒരു കാര്യം എനിക്ക് തോന്നുന്നു ഈവൻ നമ്മുടെ ഈ രാഷ്ട്രീയ കാലാവസ്ഥയിലും നമ്മുടെ രാഷ്ട്രീയ വിശകലനങ്ങളിലും വളരെ ഇമ്പോർട്ടൻ്റ്. കാരണം ഇന്നിപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഒരു പ്രശ്നം പറഞ്ഞാൽ മോണോലിത്തിക്കായിട്ടുള്ള ഒരു റിയാലിറ്റി, അതാണ് അവർ ഭരണകൂടം നമ്മൾ അടിച്ചേൽപ്പിക്കുന്നത്. മാത്രമല്ല അതിൻ്റെ മോണോലോഗാണ് നടന്നുകൊണ്ടിരിക്കുന്നത്, അവരുടെ ഒരു യാഥാർത്ഥ്യത്തിനെ കുറിച്ചുള്ളൊരു മോണോലോഗ്. അത് അങ്ങേറ്റം ഏകാധിപത്യപരമായിട്ടുള്ള ഒരു ഫാസിസ്റ്റിക്കായിട്ടുള്ളൊരു മോണോലോഗ്. ആ മോണോലോഗിൽ വിശ്വസിക്കാത്തവർ മുഴുവൻ വിശ്വാസവഞ്ചകർ എന്നുള്ള രീതിയിലുള്ള സാധനം, അതിനെ ന്യായീകരിക്കുന്ന അങ്ങേ നിരന്തരമായിട്ടുള്ള കൊലപാതകങ്ങൾ, നമ്മൾ ഇന്നത്തെ കാലത്ത് നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള മോബ് ലിഞ്ചിങ് ഒക്കെ വളരെ നിങ്ങളുടെ നിത്യജീവിതത്തിലൊരു സാധാരണ സംഭവമായിട്ട് മാറാണ്. ഇന്നിപ്പോൾ നമ്മൾ ഇൻ്റർവ്യൂ നടന്ന് പുറത്ത് ഇറങ്ങുന്ന സമയത്ത് ഒരു ജനക്കൂട്ടത്തിന് നിങ്ങൾ എന്തും ചെയ്യാമെന്നുള്ളൊരവസ്ഥയിലേക്ക്. അപ്പോൾ അതിലൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഭക്തിനെ വായിക്കുന്ന സമയത്തുള്ളൊരു ആ ബഹസ്വരതയെ ഇല്ലാതാക്കി കളഞ്ഞു. അത് നമ്മൾ ഇന്നിപ്പോൾ യാഥാർത്ഥ്യമായി കഴിഞ്ഞു സംഭവം. അപ്പോൾ അതിനെ എങ്ങനെ റെസിസ്റ്റ് ചെയ്യാം? അതിൽ ഭക്തി തന്നെ സജസ്റ്റ് ചെയ്യുന്ന ഒരു സാധനം അവർക്ക് എന്ത് സംഭവിക്കുന്നവരുണ്ട്, ഈ മോണോലോഗ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകളെ എങ്ങനെ അവരുടെ നരേഷൻ തന്നെ അവരെ എങ്ങനെ ഇല്ലാതാക്കും എന്നുള്ളതിനെക്കുറിച്ച് ഭക്തിൻ്റെ ഒബ്സർവേഷൻസ് ഉണ്ട്. കാരണം ഇന്ത്യയുടെ ഇന്നത്തെ ഒരു സാഹചര്യത്തിലാണെങ്കിൽ ഇവർ പറയുന്ന വളരെ എന്താ പറയുക ഈ കപടമായിട്ടുള്ളൊരു ഹൈന്ദവരെ ഇതിനകത്തുള്ള ജാതിയുടെയും മതത്തിൻ്റെയും എല്ലാറ്റിൻ്റെയും പ്രശ്നങ്ങൾ അനുഭവിച്ചേ പറ്റും. ആ നരേഷൻസ് പുറത്തു വരും. ആ നരേഷൻസ് പുറത്തു വന്ന് ഇത് കടന്നു പോകാൻ നമുക്ക് രക്ഷയില്ല. ഒരുപാട് ചോര ഒഴുകേണ്ടി വരും, ഒരുപാട് നിരവധികളാണ് മനുഷ്യന്മാർ വധിക്കപ്പെടും. അത് ഭയങ്കര സങ്കടകരമായിട്ടുള്ള ഈ ഒരു ഹിസ്റ്റോറിക്കൽ ഒരു ഘട്ടത്തിൽ കൂടെ കടന്നു പോകും. അതിനെ അഭിമുഖീകരിക്കാതെ ഒന്നും നമുക്ക് രക്ഷപ്പെടാനൊന്നുമില്ല. കാരണം നമ്മളിപ്പോൾ ജനാധിപത്യം മതേതരത്വം എന്നൊക്കെ വളരെ പെരിഫറലായിട്ടുള്ള ചില ടേംസ് ഉപയോഗിക്കുക, അല്ലെങ്കിൽ ഉംബർട്ടോയ്ക്കൊക്കെ പറഞ്ഞ പോലെ പ്രിസ്ക്രിപ്ഷൻ, ഫാസിസത്തിൻ്റെ 14 ലക്ഷണങ്ങൾ, കുറേ ലക്ഷണങ്ങളൊക്കെ ഒത്തു വരുന്നുണ്ട്. നമ്മുടെ കണ്ടീഷൻസ് ടോട്ടലി ഡിഫറെൻ്റാണ്. എന്നാണ് എനിക്ക്. അപ്പോൾ അതൊക്കെ നമ്മളെ സഹായിക്കുന്നതാണ്. നമുക്ക് ഉണ്ടാകുന്ന രാഷ്ട്രീയപരമായിട്ടുള്ള അസ്വസ്ഥതകൾ, നിത്യജീവിതത്തിൽ അനുഭവിക്കുന്ന അസ്വസ്ഥതകൾ, അതിനൊക്കെയുള്ള ഒരു പരിഹാരം എന്നുള്ള ഒരു രീതിയിൽ ആണ് എന്നെ സംബന്ധിച്ചോളം വായന. കാരണം ഒരു എഴുത്തുകാരൻ്റെ അസംസ്കൃത പദാർത്ഥം വാക്കാണ്. വാക്ക് നമ്മൾ തേടിയിട്ട് വായനയിൽ തന്നെയാണ് പോകാൻ പറ്റും. അപ്പോൾ അതിനെ നിങ്ങൾ എന്തും വായിക്കുക എന്നുള്ളത്, നിരന്തരമായിട്ട് വായിച്ചുകൊണ്ടിരിക്കുക.
ഈ കഥകളിലൂടെയൊക്കെ ക്രിയേറ്റ് ചെയ്യുന്ന ചില ലോകങ്ങളുണ്ട്. ഉദാഹരണമായിട്ട് ബുഭുക്ഷുമതം എന്ന് പറയുന്ന കഥയിൽ, അപ്പോൾ അതിലൊക്കെ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു എന്താണ് ഓൾട്ടർനേറ്റ് വേൾഡ് എന്നൊക്കെ നമ്മൾ പറയേണ്ട, ഇങ്ങനെയുള്ള ലോകങ്ങൾ തേടിപ്പോകുന്ന സയൻസ് ഫിക്ഷൻ ആണെന്ന് ചോദിച്ചാൽ അതുമല്ല. അപ്പോൾ ഈ ലോകങ്ങൾ സൃഷ്ടിക്കുന്നത് എന്തിനാണ്? ചില കഥകളിൽ അത് വളരെ എവിഡൻ്റ് ആണ്, അത് വളരെ ആകർഷകവുമാണ്. അങ്ങനെയുള്ള ലോകങ്ങളിലേക്ക് പോകുന്നത് എന്തുകൊണ്ടായിരിക്കും? ചിലപ്പോൾ ഉത്തരം കാണത്തില്ലായിരിക്കും. അല്ല, എല്ലാ കലാസൃഷ്ടിയും യഥാർത്ഥത്തിൽ ഒരു, ഞാൻ പെട്ടെന്ന് എഗവയെ പറ്റിയൊക്കെ പറഞ്ഞുകൊണ്ടാണ് അവരുടെ ആ ലിസ്റ്റ് പറയുന്ന കൂട്ടത്തിൽ ആഖ്യാനത്തിന്റെ വലിയൊരു വ്യത്യസ്തതയും ആ കഥയിൽ കാണുന്നുണ്ട്. അത് നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഈ ഏകശിലാമാനമായ മോണോലിറ്റിക് ആയിട്ടുള്ളൊരു റിയാലിറ്റി അല്ല ഉള്ളത്. അനേകം യാഥാർത്ഥ്യങ്ങളല്ല, അനേകം ഇൻ്റർപ്രിറ്റേഷൻസ്, വ്യാഖ്യാനങ്ങളൊക്കെ നിലനിൽക്കുന്നു. അപ്പോൾ എഴുതുന്നൊരു സമയത്ത് സംഭവിക്കുന്ന പറഞ്ഞാൽ നമ്മൾ വേറെ ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അപഭ്രംശങ്ങളുടെയും കുറ്റകൃത്യങ്ങളുടെയൊക്കെയുള്ള ഈ ജീവിച്ചുകൊണ്ടിരിക്കുന്ന നമ്മൾ യാഥാർത്ഥ്യം എന്ന് വിളിക്കുന്ന ലോകത്ത് നിന്ന് എസ്കേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കൂടിയാണ് മറ്റൊരു ലോകം സൃഷ്ടിക്കുന്നത്. അതും പരിപൂർണമായിട്ടുള്ളൊരു ലോകമൊന്നുമല്ല. കാരണം പറഞ്ഞാൽ നമ്മൾ ലോകം അതിൻ്റെ അവസാനത്തെ വാക്ക് പറഞ്ഞിട്ടില്ല. അതേപോലെ തന്നെ ലോകത്തിനെക്കുറിച്ചുള്ള അവസാനത്തെ വാക്കും ആരും പറഞ്ഞിട്ടില്ല. അപ്പോൾ യഥാർത്ഥത്തിൽ വാക്ക് ഉച്ചരിക്കപ്പെടാനിരിക്കുന്നില്ല. എന്താണ് ജീവിതം, എന്താണ് ലോകം, എന്താണ് മനുഷ്യൻ എന്നുള്ളതൊക്കെ പറയപ്പെടാനിരിക്കുന്ന ചില കാര്യങ്ങളാണ്. ആ പറയപ്പെടാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് എഴുത്ത് എന്ന് പറഞ്ഞ പ്രോസസ്സിൽ കൂടെ ഞാൻ കടന്നു പോകുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് ചില സമാന്തര ലോകങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നു, ഭാവനയുടേതായിട്ടുള്ള ഒരു ലോകം. അതെ, അപ്പോൾ ആ കൂടെ പെട്ടെന്ന് ഓർമ്മ വരുന്ന അങ്ങയുടെ സൈബർ സ്പേസിനെ പറ്റിയുള്ള അങ്ങയുടെ പ്രശസ്തമായ കഥ. അതൊരു പക്ഷേ കേരളത്തിൽ നിന്ന് ആദ്യമാണെന്ന് തോന്നുന്നു മലയാളത്തിൽ അങ്ങനെ സൈബർ സ്പേസിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് ഒരു കഥയുണ്ടാകും. ഒരു പക്ഷേ അങ്ങ് ഒരു ഈ IT വേൾഡ് നിൽക്കുന്ന ഒരാളായോണ്ടായിരിക്കും. പക്ഷെ അതിനൊക്കെ അപ്പുറം ആ കഥ നമ്മളോട് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ആ കഥയുടെ പശ്ചാത്തലവും അതിനെപ്പറ്റി അല്പം അങ്ങക്ക് ഒന്ന് വിവരിക്കാം. യഥാർത്ഥത്തിൽ നമ്മുടെ കഞ്ഞുകുടി പ്രശ്നത്തിൻ്റെ ഭാഗമായിട്ട് വന്നതാണ് ആ കഥ. ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലെ ബിടെക് കഴിഞ്ഞ് ഡൽഹിയിലൊക്കെ പോയി വർക്ക് ചെയ്തു. അവിടുത്തെ സാഹചര്യങ്ങൾ 5-6 വർഷം ഉണ്ടായിരുന്നു അവിടെ നോർത്ത് ഇന്ത്യയിലൊക്കെ. പിന്നെ തിരിച്ച് നാട്ടിൽ വരുന്നു. പിന്നെ കുറച്ച് കാലം നമ്മൾ ഈ ഗോസ്റ്റ് ലെക്ചറർ എന്ന് പറയും, ഞാൻ ഗസ്റ്റ് ലെക്ചറായിട്ട് പോളിടെക്നിക്കിൽ അവിടെ ഇവിടെയൊക്കെ പണിയെടുക്കുന്നു. അതുകൊണ്ടൊന്നും കുടുംബം നടത്താൻ പറ്റില്ലെന്ന് നമുക്കറിയില്ല. കാരണം അത് ഈ മണിക്കൂറിന് അന്ന് 100 രൂപ എങ്ങാണ്ടൊക്കെ കിട്ടുക. അപ്പോൾ എന്ത് ചെയ്യുന്ന ആകാംക്ഷയായി. അപ്പോൾ ഇങ്ങനെ അന്വേഷിച്ച സമയത്ത് അന്വേഷിക്കില്ല, നമ്മളൊരു ഒബ്സർവേഷൻ്റെ ഭാഗമായിട്ട് മനസ്സിലായി IT എന്ന് പറഞ്ഞൊരു മേഖല ഇന്ത്യയിൽ കടന്നു വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ പഠനം ആരംഭിക്കുന്നു. ഈ മൈക്രോസോഫ്റ്റ്, സിസ്കോ ഇതുപോലത്തെ കക്ഷികൾക്ക് സർട്ടിഫിക്കേഷൻസ് ഉണ്ട്. അപ്പോൾ ഓൺലൈനായിട്ട് നമ്മൾ എക്സാം എഴുതിയാൽ മതി, അപ്പോൾ തന്നെ റിസൾട്ട് അറിയാം. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ ഈ എറണാകുളത്തൊക്കെ വന്നിട്ട് ഇതിൻ്റെ ചില ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചേർന്ന് ആ കോഴ്സ്, പഠനം, മറ്റ് സാധനങ്ങൾ ആരംഭിക്കുകയാണ്. അപ്പോൾ അത് മുഴുവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പ്യുവർ ടെക്നോളജിയാണ്. നെറ്റ്വർക്കിംഗ്, നമ്മൾ ഈ അതിൻ്റെ പ്രോട്ടോക്കോൾ, TCP/IP, അതിൻ്റെ മോഡൽ, OSI മോഡൽ എന്നൊക്കെ പറയുന്ന സംഗതികളാണ്. അതേ സമയത്ത് തന്നെ ഈ ഇലക്ട്രോൺ ഫ്ലോ ആയിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഡിജിറ്റ്സൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട വളരെ സൂക്ഷ്മമായിട്ടുള്ള ഈ ഇൻഫർമേഷൻ തിയറി, ക്ലോത്ത് ചെയിനിൻ്റെ ഇൻഫർമേഷൻ തിയറി. സോ വാട്ട് ഈസ് ഇൻഫർമേഷൻ, വാട്ട് ഈസ് കമ്മ്യൂണിക്കേഷൻ എന്നൊക്കെയുള്ള ആ തരത്തിലുള്ള ചില പുതിയ ചിന്തകൾ നമ്മുടെ ഇങ്ങനെ ഉള്ളിലുണ്ടായിക്കൊണ്ടിരിക്കുന്നു. അതിന് പേരിലായിട്ട് തന്നെ ബോദ്രിയുടെയൊക്കെ സിമുലേഷൻസ് പോലുള്ള പുസ്തകങ്ങൾ, യാഥാർത്ഥ്യത്തിനെക്കുറിച്ചുള്ള അയാളുടെ പുതിയ സൈനും സിഗ്നിഫൈഡ് ആയിട്ടുള്ള സാധനം തമ്മിലുള്ള ബന്ധം നശിച്ച് അകലം പോലും ഇല്ലാതായി. കാരണം നമ്മൾ വാൾട്ടർ ബെഞ്ചമിനൊക്കെ ഈ ആർട്ട് ഇൻ ദ ഏജ് ഓഫ് മെക്കാനിക്കൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്ന ഒരു അകലത്തിൻ്റെ പ്രശ്നം വരെ ഇല്ലാതായി എന്നാണ് ബോദ്രിയ പറയുന്നത്. അത് ശരിക്കും ടെക്നോളജിക്കലായിട്ടുള്ള ചിന്തകളാണ്. ആ ടെക്നോളജിക്കലായിട്ടുള്ള ചിന്തകളുടെ പാരലായിട്ട് തന്നെ ഞാൻ ഈസോട്ടറിക്കായിട്ടുള്ള അതിൻ്റെ ഭാഗമായിട്ട് അതിന് ഇത് ഇവിടെ നമ്മൾ ഈ പറഞ്ഞ ഈ ഭ്രാന്ത് പിടിച്ച പണി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അതിന് പാരലായിട്ട് ഈ ജ്യോതിഷം, മന്ത്രവാദം, അത് ഭാഷയ്ക്ക് വേണ്ടിയിട്ടാണ് നോക്കുന്നത്. അല്ലാണ്ട് ജ്യോതിഷം പഠിക്കാനോ അല്ലെങ്കിൽ മന്ത്രവാദം പഠിക്കുന്നതിനോ വേണ്ടിയിട്ടില്ല. ജ്യോതിഷ പുസ്തകങ്ങളിലും ഈ മന്ത്രവാദ പുസ്തകങ്ങളിലും ഒക്കെ ഉപയോഗിച്ചിട്ടുള്ള പ്രത്യേക ലാംഗ്വേജ് എന്താണ്, അത് ലോകത്തിനെ എങ്ങനെയാണ് കണ്ടിരുന്നത്, ആ ലോകത്തുണ്ടായിരുന്ന നിറങ്ങൾ എന്തായിരുന്നു, അന്നത്തെ അവരുടെ മനസ്സിൽ സങ്കല്പത്തിലുണ്ടായിരുന്ന ദുർദേവതകളുടെ ആകാരം എന്താണ്, അവരുടെ ഈ ദുർദേവതകൾ എവിടെയാണ് താമസിച്ചിരുന്നത്, രാത്രികാലങ്ങളിൽ അവർ എന്താണ് ചെയ്തിരുന്നത്,
പകൽ വെറുതെ കിടന്നുറങ്ങണം. അങ്ങനെ വളരെ കാര്യങ്ങൾ ഇങ്ങനെ അന്വേഷിച്ചതിൻ്റെ ഭാഗമായിട്ട് അത് പെട്ടെന്നൊരു സ്പാർക്ക് പോലെ ഇത് രണ്ടും കൂടി എവിടെ വെച്ചിട്ട് ആ ഒരു സ്പാർക്ക് ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ ആദ്യത്തെ ഒരു ഇങ്ങനെ അത് റൈറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യണം ചെയ്തത്. അപ്പോൾ അതെനിക്ക് എന്നെ സംബന്ധിച്ചോളം അത് വളരെ സത്യം പറഞ്ഞാൽ അതിൻ്റെ ഫസ്റ്റ് ഡ്രാഫ്റ്റ് എന്നൊക്കെ പറഞ്ഞ സാധനം ഒറ്റയടിക്ക് എഴുതി തീർന്ന ഒരു സംഗതിയാണ്. ഞാൻ അതിനകത്ത് വല്ലാതെ അധ്വാനിച്ചൊരു കഥയല്ല അത് ശരിക്കും സത്യം പറഞ്ഞാൽ. ഇതിനകത്തുള്ള മിക്ക കഥകൾക്കും അങ്ങനെ ഒരു ഗുണമുണ്ട്, നമ്മൾ വല്ലാതെ യുദ്ധം ചെയ്യേണ്ടി വന്നിട്ടില്ല, ഗുസ്തി പിടിച്ചില്ല. കഥയും അതിൻ്റെ സിനിമാ രൂപവും വിജയുടെ അത് വളരെ, അതായത് നല്ല സിനിമ കാണുന്നവർ തീർച്ചയായിട്ടും വളരെ ആനന്ദത്തോടെ ഓർക്കുന്ന ഒരു സിനിമയാണ്. അപ്പോൾ ഈ സിനിമ ലോകത്തേക്ക് ഇത് ട്രാൻസ്ഫോം ചെയ്തപ്പം അദ്ദേഹമായിട്ടുള്ള ബന്ധങ്ങൾ. ഞാൻ വിപിനെ പരിചയപ്പെടുന്നത് ഞങ്ങൾ ഇമെയിൽ വഴിക്കാണ് പരിചയപ്പെടുന്നത് ആദ്യം. അപ്പോൾ അന്ന് വിപിൻ ബ്രിട്ടീഷ് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഒരു സ്കോളർഷിപ്പ് എന്താ അവിടെ UK ചെയ്തിട്ടുണ്ട്. ഞാൻ ഈ താൻസാനിയ എന്ന് പറഞ്ഞ സ്ഥലത്ത് ബ്രിട്ടീഷ് ടെലികോമിൻ്റെ ഒരു പ്രോജക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വിപിൻ ഈ കഥ വായിച്ചു, ട്രിവാൻഡ്രം ലൈബ്രറിയിൽ നിന്ന് വിടുന്നത്. അന്ന് മലയാളം വാരികയിലാണ് അത് സീരിയലൈസ് ചെയ്യുന്നത്. വിപിൻ ആ കഥ വായിച്ചിട്ട് അങ്ങനെയാണ് ഞാനുമായിട്ട് ബന്ധപ്പെടുന്നത്, ഇതൊരു സിനിമ ചെയ്യുന്നതിൻ്റെ ഒരു സാധ്യത. അപ്പം നമുക്കന്ന് ഈ സിനിമ എങ്ങനെ ചെയ്യുക അതിനെക്കുറിച്ചുള്ള ധാരണകളൊന്നുമില്ല. അത് കഴിഞ്ഞ് നാട്ടിൽ വരുന്നു, നാട്ടിൽ വന്നതിന് ശേഷം വിപിനായിട്ട് കാണുന്നു, അതിനെക്കുറിച്ച് ഞങ്ങൾ സംസാരിക്കുന്നു. വീണ്ടും ഒരു വർഷമൊക്കെ കഴിഞ്ഞിട്ടാണ് ഈ സിനിമയുടെ പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്തത്. എനിക്ക് എൻ്റെ ഒരു ഓർമ്മയിൽ ഏകദേശം ഒരു 1.5 വർഷത്തോളം സമയമെടുത്തിട്ടാണ് വിപിൻ ആ സിനിമ ചെയ്തത്. അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്, ഈ ഫണ്ടിൻ്റെ പ്രശ്നങ്ങൾ, മറ്റ് ഒരുപാട് സംഗതികളുണ്ട്. പക്ഷെ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എനിക്കുണ്ടായിട്ടുള്ളൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിനിമ കാണുന്നത് അല്ലെങ്കിൽ സിനിമ എന്നുള്ള മാധ്യമം അതിനെക്കുറിച്ചുള്ള എൻ്റെ ധാരണകൾ പറ്റെ മാറി. എനിക്കാണത് ആ ഒരു പ്രോസസ്സെ കൂടുതൽ ഗുണം ചെയ്തത്. കാരണം എഴുത്തുകാർ അല്ലെങ്കിൽ നമ്മളിപ്പോൾ അതിന് മുന്നേക്ക് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഡൽഹിയിലും ബോംബെയിലൊക്കെ അന്ന് ഈ ഇൻ്റർനാഷണൽ ഫെസ്റ്റിവൽസ് നടക്കുന്ന സമയത്ത് പോകുന്നു, മാസ്റ്റേഴ്സിനെയൊക്കെ കാണുന്നു, താർക്കോവ്സ്കി, ഫെല്ലിനി. അത് യഥാർത്ഥത്തിൽ കഥയാണ് കാണുന്നത്, മറ്റ് ഫ്രെയിം, മറ്റ് സാധനങ്ങൾ, അതിനെക്കുറിച്ചൊന്നും അങ്ങനെ വലിയ ധാരണകളില്ല. പക്ഷേ ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് വിപിനുമായിട്ട് ബന്ധപ്പെടുന്നതോട് കൂടിയിട്ടാണ് സിനിമ എന്നുള്ള, ഈ ഉദാഹരണത്തിന് ഇയാളുടെ ഈ ബ്രസോണിൻ്റെ ഓൺ സിനിമാറ്റോഗ്രഫി എന്ന് പറയുന്ന ഒരു ചെറിയ വർക്കുണ്ട്. അതെല്ലാ എഴുത്തുകാർക്കും, എല്ലാ ആർട്ടിസ്റ്റിനും, എല്ലാ സംഗീതജ്ഞനും, എല്ലാ ശില്പിക്കും അങ്ങേയറ്റം സഹായകരമായിട്ടുള്ളൊരു സംഗതിയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. കാരണം നിങ്ങളൊരു വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് എഡിറ്റിംഗ് എന്താണ്, എവിടെ വെച്ചിട്ട് നിങ്ങൾ ഈ മറ്റേ ആർട്ട് ഓബ്ജക്ട്സ്, ആർട്ട് പ്രോപ്സ് എങ്ങനെ നിങ്ങൾ സംയോജിപ്പിക്കണം, ഔചിത്യം എന്ന് പറയുന്ന സംഗതി എന്താണ്, അങ്ങനത്തെ ഒരുപാട് സംഗതികൾ ബ്രസോണിൻ്റെ പുസ്തകത്തിന് നമുക്ക് മനസ്സിലാവും. അത് ഞാൻ വിപിൻ്റെ ഈ വർക്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം ബ്രസോൺ എങ്ങനെയാണ് സിനിമ ചെയ്യുന്നത് എന്ന് കുറിച്ച് ചോദിക്കുന്ന സമയത്ത് ബ്രസോൺ പറയുന്നൊരു ഗംഭീര മെറ്റഫറുണ്ട്. നെപ്പോളിയൻ ഒരു യുദ്ധം പ്ലാൻ ചെയ്യുമ്പോൾ അയാൾ ഈ രാത്രി പടയാളികൾ കിടന്നുറങ്ങുന്ന സമയത്ത് പടകുടീരത്തിൽ കൂടെ നെപ്പോളിയൻ ഉറക്കമറ്റിങ്ങനെ നടന്നുകൊണ്ടിരിക്കും. പിറ്റേ ദിവസം യുദ്ധം നടക്കാൻ പോകും. അപ്പം നെപ്പോളിയൻ എന്തിനങ്ങനെ നടക്കണമെന്നറിയാം, ഈ പടയാളികളുടെ നിദ്രകളിൽ പ്രവേശിച്ച് അവരുടെ സ്വപ്നങ്ങളിൽ കയറി നാളത്തേക്കുള്ള യുദ്ധം പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതുപോലെയാണ് നിങ്ങൾ സിനിമ ചെയ്യേണ്ടതെന്ന് പ്രസോൺ പറയുന്നുണ്ട്. അത് ഏതൊരു എഴുത്തുകാരനും സ്വപ്നങ്ങളിൽ, പടയാളികളുടെ സ്വപ്നങ്ങളിൽ കടന്നു കയറി അടുത്ത ദിവസത്തെ യുദ്ധം പ്ലാൻ ചെയ്യുന്ന നെപ്പോളിയൻ എന്നുള്ള അത് അയാൾ നമുക്കത് യുദ്ധമൊക്കെയുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതൊരു ആസ് എൻ ആർട്ടിസ്റ്റ് നെപ്പോളിയൻ ആ സമയത്ത് വലിയൊരു ആർട്ടിസ്റ്റാണ്. അതായത് യഥാർത്ഥത്തിൽ നമ്മൾ വലിയ ലിബറൽ ഹ്യൂമനിസവും മറ്റതൊക്കെ കലയുടെ മുകളിൽ അടിച്ചേൽപ്പിക്കുകയും ഒരു വർക്ക് ഓഫ് ആർട്ട് എന്ന് പറഞ്ഞ സാധനം ഒരു വാർഫീൽഡ് കൂടിയാണ്. ഒരു സർഗസൃഷ്ടി എന്ന് പറഞ്ഞ സാധനം ഒരു യുദ്ധക്കളം തന്നെയാണ്. വിവിധ തരത്തിലുള്ള ആശയങ്ങൾ, വിവിധ തരത്തിലുള്ള ഐഡിയോളജീസ് എല്ലാം ഏറ്റുമുട്ടുന്ന ഒരു ഫീൽഡായിട്ടൊരു നമ്മൾ ഈ മറ്റേ മാക്സ്വെല്ലിൻ്റെ ഒക്കെ ഇലക്ട്രോ മാഗ്നറ്റിക് തിയറിക്കകത്ത് പറയുന്ന ഈ കാന്തിക ബലരേഖകൾ സദാ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ഫ്ലക്സ് ആയിട്ടാണ് എക്സിസ്റ്റൻസും അതാണ്, വർക്ക് ഓഫ് ആർട്ടും അതാണ്, ഈവൻ പ്രപഞ്ചവും അതായിട്ടാണ് നമുക്ക് മിക്കവാറും ഫീൽ ചെയ്യുക. അതിൻ്റെ ചെറിയ ചെറിയ അംശങ്ങളൊക്കെ നമ്മൾ എഴുത്തുകാർ ഈ ഒരു കഥയിലും ഒരു നോവലിലൊക്കെ പിടിച്ചെടുക്കുന്നു. അത്രയാണ് സംഭവം. ബ്രസോണിൻ്റെ ഈ ഒരു അല്ലെങ്കിൽ ഈ സിനിമയുടെ ലോകത്ത് നിന്ന് സിനിമയുടെ ആഖ്യാനം, പ്രത്യേകിച്ച് പുതിയ സിനിമകളുടെ ആഖ്യാനം, അപ്പോൾ അങ്ങയുടെ ചില കഥകളുടെ ആഖ്യാനം തികച്ചും ഉത്തരാധുനികമായിട്ടുള്ള ആഖ്യാനം, അതായത് നമ്മളെ വാക്കുകളിലൂടെ നിർമ്മിക്കുന്ന ഈ ഒരു ലോകത്തെ തകർക്കുന്ന ചില
അതായത് നമ്മൾ കെട്ടിപ്പൊക്കുന്ന ലോകത്തെ തകർക്കുകയും ആ ലോകത്തെ സംശയിക്കുകയും ചെയ്യുന്ന രീതിയിൽ. അപ്പം ഇത്തരത്തിലുള്ള ആഖ്യാനത്തിലേക്ക് അത് 92-93 അങ്ങ് എഴുതിയ കഥകളിൽ അത് വളരെ വ്യക്തമാണ്. അപ്പം അന്നൊക്കെ എങ്ങനെയാണ് ഈ ഇത്തരം ഒരു ആഖ്യാനം, പക്ഷേ മലയാളത്തിലൊക്കെ പതിയെ കടന്നു വന്ന ആഖ്യാനം വെച്ച് മുകുന്ദൻ്റെ നൃത്തമൊക്കെ അതിന് ശേഷം വന്നിട്ടുള്ളതാണ്. അപ്പം അങ്ങനെയുള്ള ആഖ്യാനത്തിലേക്ക് വരുന്നത് എങ്ങനെയാണ്? നമ്മൾ സൃഷ്ടിക്കുന്ന ആഖ്യാനത്തിലൂടെ സൃഷ്ടിക്കുന്ന ലോകത്തെ തന്നെ അസ്ഥിരപ്പെടുത്തുന്ന ചില കമന്റ്സ് കഥകളുടെ ഒടുവിൽ ഒക്കെ കാണാം. പ്രത്യേകിച്ച് അതിലൊരു സംഗതി തോന്നി, നമ്മൾ ഈ വായിച്ചിട്ടുള്ള എല്ലാ എഴുത്തുകാരും നമ്മുടെ മലയാളത്തിനകത്ത് തന്നെയുള്ള എല്ലാവരും, മറ്റേ നേരത്തെ പറഞ്ഞ പോലെ മുകുന്ദൻ, വിജയൻ, അവരെല്ലാവരും നമ്മളെ അങ്ങേയറ്റം സ്വാധീനിച്ചിട്ടുള്ള എഴുത്തുകാർ തന്നെയാണ്. പക്ഷെ അതിനകത്ത് തന്നെ ഒരേ സമയത്ത് നമ്മൾ വേറെ തരത്തിലുള്ളൊരു എഴുത്തുകാരൻ എന്നുള്ള നിലയ്ക്ക് ഒരു അസ്വസ്ഥത അനുഭവിക്കുന്നു. കാരണം ഒരേ തരത്തിലുള്ള ആഖ്യാന രീതി, ഒരേ തരത്തിലുള്ള ഭാഷാരീതി, സ്വയം റിപ്പീറ്റ് ചെയ്യൽ, ഇങ്ങനെ ഒരുപാട് പ്രോസസ്സ് കൂടെയാണ് ഈ ആധുനികത കടന്നു പോയിട്ടുള്ളത്. ഞാൻ കഥയിലേക്ക് മാത്രം അല്ലെങ്കിൽ ഫിക്ഷനിലേക്ക് മാത്രം ചുരുക്കിയിട്ട് പറയുകയാണെങ്കിൽ യഥാർത്ഥത്തിൽ അത് മോഡേണിറ്റി സൃഷ്ടിക്കുന്നൊരു ഓതർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഗതിയാണ്. നിങ്ങളിപ്പോൾ ബാറ്റഡ് ഷോറൂമിൽ പോയിട്ട് 4,999 രൂപ 25 പൈസ കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഷൂ കിട്ടുക എന്ന് പറഞ്ഞ പോലെ ആ കറക്റ്റ് പാറ്റേണിലുള്ള നിർമ്മിതികളാണത്. അതിൻ്റെ കൺസേൺസ് അസ്തിത്വവാദപരം എന്നൊക്കെ നമുക്ക് വളരെ ഇങ്ങനെ ലൂസായിട്ട് പറയാമെന്ന് മാത്രം. ഈവൻ വിജയനിലൊക്കെ അവസാന കാലത്ത് കടന്നു വരുന്ന ആത്മീയമായിട്ടുള്ള ഒരു കൺസേൺസ് എന്നൊക്കെ പറഞ്ഞ സാധനങ്ങൾ, ഇതെല്ലാം ഇതിൻ്റെ ഒരു പ്രശ്നം എന്താ പറഞ്ഞാൽ ഒരേ തരത്തിലുള്ള ഭാഷാരൂപങ്ങളും ശൈലികളും ആഖ്യാന മാതൃകകളൊക്കെ അവർ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യണം. അപ്പോൾ അതിൽ വേറൊരു കാര്യം പറഞ്ഞാൽ അത് കൾച്ചർ ഇൻഡസ്ട്രീൻ്റെ ഭാഗമായിട്ട് നിങ്ങളൊരു പ്രോഡക്റ്റ് നിങ്ങൾ മാർക്കറ്റിൽ ഉറപ്പിക്കും കൂടിയാണ്. ഞാൻ ബാറ്റർ ഷൂ വാങ്ങും, എനിക്ക് ആ ബ്രാൻഡാണ് ഇഷ്ടം, ഓക്കെ എന്ന പോലെ അങ്ങനെ ചില അഭിരുചികൾ, അങ്ങനെ ചില ശീലങ്ങൾ, അങ്ങനെ ചില സംഗതികൾ ഉണ്ടാക്കി വയ്ക്കുന്നതിൻ്റെ പ്രശ്നം. അപ്പോൾ അവിടെ വെച്ചിട്ട് എനിക്ക് തോന്നുന്നു ഈ സർഗപ്രക്രിയയും സാഹിത്യമൊക്കെ ഡെഡായി, അതിൻ്റെ മരണം സംഭവിച്ചു കഴിഞ്ഞു. സോ അതൊരു നിർബന്ധമാണ്. നമ്മളിപ്പോൾ ആൾറെഡി ഒരു കഥ എഴുതി അതിനുവേണ്ടി കുറേ സബ്ജക്ട്സ് നോക്കി ഒരുപാട് പഠിച്ചു, പിന്നെ ഇനിയിപ്പോൾ അതിൻ്റെ പുറകെ പോകേണ്ട കാര്യമില്ല. പുതിയ രീതികൾ കണ്ടെത്തുക, കാരണം അത്രമാത്രം പുതിയ സംഗതികളില്ലേ ജീവിതത്തിൽ, വേറെ മേഖലകളില്ലേ, നിങ്ങൾക്ക് വേറെ കാര്യങ്ങൾ അന്വേഷിച്ചൂടെ. അപ്പോൾ അതാണ് അത് നമ്മൾ അനുഭവിക്കുന്ന. കാരണം ഒരിക്കലും മനുഷ്യന് ഒറ്റ സെൽഫിനകത്ത് അല്ലെങ്കിൽ ഒറ്റ റിയാലിറ്റിക്കകത്ത് അങ്ങനെ കുടുങ്ങി കിടക്കാൻ പറ്റില്ല. അത് ഈവൻ നമ്മൾ 4 പുറമുള്ള പ്രപഞ്ചത്തിൻ്റെയും പ്രകൃതിയുടെ തന്നെ ഒരു സ്വഭാവം നോക്കിക്കഴിഞ്ഞാൽ അറിയാം. ഇതെന്തിനാണെന്ന് അറിയില്ല, പക്ഷേ 24 മണിക്കൂറും ഈ പലതരത്തിലുള്ള എനർജീസ് പൊട്ടിത്തെറിച്ച് സംഭവിക്കുന്നൊരു സാധനമാണ് 4 പുറമുള്ള നമ്മൾ വിളിക്കുന്ന പ്രകൃതി എന്ന് പറഞ്ഞ സാധനം. ഞാൻ സസ്യപ്രകൃതി, ജന്തുപ്രകൃതിയല്ല ഉദ്ദേശിക്കുന്നത്. അതാണ് ബേസിക്കലി ക്രിയേഷൻ്റെ ഒരു സ്വഭാവം. അതങ്ങനെ അനന്തമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രോസസ്സാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഞാൻ വളരെ ബോധപൂർവം ഭാഷയും മറ്റേ സാധനങ്ങളെ തകിടം മറിക്കുന്നില്ല. അത് നമ്മളൊരു ഇപ്പോൾ ഇനിയിപ്പോൾ വീണ്ടും ഞാനൊരു സൈബർ സ്പേസിൽ ഒരു കഥ ചെയ്യേണ്ട കാര്യമില്ല, അത് ചെയ്തു. ഇപ്പോൾ സാധാരണഗതിക്കാണെങ്കിൽ ആളുകൾ എന്താ ചെയ്യാച്ചാൽ അത് വെച്ചിട്ടൊരു 10 കഥ കൂടി നമുക്ക് എന്താ വെച്ചാൽ അതോടുകൂടി അത് തീർത്തു. പുതിയ മീൻസ് അതിനകത്ത് അത് നമുക്ക് സത്യം പറഞ്ഞാൽ ബോറടിച്ച് കഴിഞ്ഞു ഒരു നരേഷൻ. കാരണം ആ നരേഷൻ്റെ വേണ്ടി നമ്മൾ അനുഭവിച്ചുള്ള സന്തോഷമുണ്ട്, പെയിനുണ്ട്, അധ്വാനമുണ്ട്, ആ കാര്യങ്ങൾ കഴിഞ്ഞു. ഇനിയപ്പോൾ നിങ്ങൾ വേറെ രസകരമായിട്ടുള്ള വേറൊരു പുതിയൊരു സാധനത്തിലേക്ക് പോവുക, അതിൻ്റെ ഫ്രഷ്നെസ് അനുഭവിക്കുക എന്നുള്ളതൊക്കെയാണ്. അല്ലാണ്ട് ഞാനൊരു ഒരേ ആശയത്തിനെ പിന്തുടരുക, ഒരേ പ്രത്യയശാസ്ത്രത്തിൻ്റെ ഭാരം ചുമക്കുക, അതൊന്നും എനിക്കത് ഇമ്പോർട്ടൻ്റ് ആയി തോന്നില്ല. ഇപ്പോൾ ഇപ്പോൾ നമ്മുടെ ആളുകൾ വളരെ പൊളിറ്റിക്കലായിട്ടുള്ള കഥകൾ എന്നൊക്കെ പറഞ്ഞ് വളരെ ബോധപൂർവ്വം എഴുതുന്ന കഥകളത്. കാരണം അതിനകത്ത് എനിക്ക് തോന്നിയിട്ടുള്ളൊരു പ്രശ്നം, ഓരോ എഴുത്ത് അല്ലെങ്കിൽ ഒരു കഥ അല്ലെങ്കിൽ ഒരു നോവൽ തന്നെ അതിൻ്റെ ഒരു പൊളിറ്റിക്സ് ഉണ്ടാകും, ഒരു പ്രത്യയശാസ്ത്രം ഉണ്ടാകും. നിങ്ങളതിൻ്റെ ബാഗേജ് കൊണ്ട് പോയിട്ട് അത് ചെയ്യേണ്ട കാര്യമില്ല. കാരണം മാർക്സ് തന്നെ പറഞ്ഞിട്ടുള്ളൊരു സാധനം പറഞ്ഞാൽ ഈ ഡിക്കൻസിൻ്റെ നോവൽസിനകത്ത് കൂടെ കടന്നു പോയതിൻ്റെ ഭാഗമായിട്ട് എത്രയോ ലണ്ടൻ്റെ ചരിത്രരേഖകൾ വായിക്കുന്നതിനേക്കാൾ കൂടുതൽ എനിക്ക് അന്നത്തെ ലൈഫിനെ കുറിച്ചിട്ട് ഇൻഫർമേഷൻ കിട്ടിയെന്ന് പറയുന്നത്. നമ്മൾ അതുപോലെ ബെൽസാക്കിനെ നോക്കുകയാണെങ്കിൽ നമുക്ക് അന്നത്തെ ഫ്രാൻസ് മറ്റ് സാധനങ്ങൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സംഗതികൾ കിട്ടും. പക്ഷെ അവരൊന്നും അത് വളരെ ബോധപൂർവ്വം ഒരു പൊളിറ്റിക്സ് ചെയ്യാൻ വേണ്ടി ചെയ്തല്ല. അപ്പോൾ ഒരു കൃതി അതിൻ്റേതായിട്ടുള്ളൊരു രാഷ്ട്രീയം ആ കൃതി തന്നെ ഉണ്ടാക്കും. അത് നിങ്ങളത് ആൾറെഡി ഒരു പ്രത്യയശാസ്ത്രവും മറ്റ് സാധനങ്ങളൊക്കെ ഏറ്റെടുത്ത് അത് ആ പ്രത്യയശാസ്ത്രത്തിന് വരെ ദോഷം ചെയ്യും. അതാണ് പ്രശ്നം. അത് അങ്ങയുടെ കഥകളിൽ ഈ ചരിത്രം ഒരു ധാര പോലെ ചിലയിടത്തൊക്കെ വളരെ വ്യക്തമായിട്ടും ചിലയിടത്തൊക്കെ അല്പം മറച്ചും ഒക്കെ കിടപ്പുണ്ട്. ഒപ്പം ചരിത്രത്തെ എപ്പോഴും ചോദ്യം ചെയ്യുന്ന ഒരു മനോഭാവം കാണാം.
ഈ ചരിത്രം എങ്ങനെയാണ്? ചരിത്രം വായിക്കുന്നുണ്ടോ, അതോ ചരിത്രം നമ്മുടെ ഭാഗമായിട്ട് കടന്നു വരുന്നതാണ്, നമ്മുടെ ആത്മാവിൻ്റെ തന്നെ ഒരു, അല്ലെങ്കിൽ നമ്മുടെ സെൽഫിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെ ചരിത്രം അവിടെ കിടക്കുന്നതാണോ? ചരിത്രം വേറെ തരത്തിൽ എനിക്ക് തോന്നിയിട്ടുള്ളൊരു അതിൻ്റെ ഒരു കാര്യം, ഇപ്പം ഞാനൊരു ചരിത്രം, ഇപ്പം നമ്മളൊരു പുതിയ വർക്കിൻ്റെ ഭാഗമായിട്ട് ഈ കേരളത്തിൻ്റെ ചരിത്രം, അത് ഈ പി ഭാസ്കരനുടെ 19-ാം നൂറ്റാണ്ടിലെ കേരളം, അങ്ങനെ വളരെ അങ്ങനത്തെ ചില ടെക്സ്റ്റുകൾ, ഈവൻ മലബാർ മാനുവലൊക്കെ ഇങ്ങനെ വീണ്ടും വീണ്ടും ഇങ്ങനെ വായിച്ച് നോക്കിക്കൊണ്ടിരിക്കണം. അതിനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ ഉപയോഗിക്കുന്ന ഈ ഭാഷ, മലയാളം എന്ന് പറഞ്ഞ ഭാഷ, ആ മലയാളത്തിൻ്റെ പ്രയോഗങ്ങൾ, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഒരു വാക്ക് വരെ ചരിത്രപരമായിട്ട് രൂപപ്പെട്ടു വന്നതെന്നുള്ളത് നമ്മൾ നോക്കേണ്ട ഒരു കാര്യമുണ്ട്. അല്ലെങ്കിൽ ഒരു ചിന്ത, ഇപ്പം നമ്മുടെ ഒരു എന്താ പറയുക, നിത്യജീവിതത്തിനകത്ത് ഞാനൊരു പുരുഷനായത് കാരണം ഞാൻ കാണിക്കുന്ന ചില പുരുഷ മേധാവിത്വ സംഭവങ്ങൾ, ഇത് എനിക്ക് എവിടുന്ന് വന്നു, അല്ലെങ്കിൽ അങ്ങനെ ആധിപത്യത്തിൻ്റെ ഫാസിസത്തിൻ്റെ ആയുള്ള എലിമെൻറ്റ്സ് എൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടാകും. എൻ്റെ ഒരു കണ്ണാടിയിൽ കാണുന്ന എൻ്റെ ഒരു പ്രതിബിംബത്തിൽ വരെ ഒരു ഫാസിസ്റ്റിനെ എനിക്ക് ചില സമയത്ത് കാണാൻ പറ്റും. പക്ഷേ ഇതൊക്കെ എൻ്റെ ഒരു ഹിസ്റ്ററീൻ്റെ ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ട് വന്നിട്ടുള്ളതാണ്. ആ ഹിസ്റ്ററി എനിക്ക് നോക്കുക എന്നുള്ളത്, ഹിസ്റ്ററിയും വേറൊരു ഫിക്ഷൻ്റെ ലെവലിൽ തന്നെയാണ് നോക്കുന്നത്. കാരണം ജോയ്സിൻ്റെ ഒരു കഥാപാത്രം സ്റ്റീഫൻ ഡാലസ് പറയുന്നുണ്ട്, എന്തിനാണ് എഴുതുന്നത്, മറ്റേ ഐ എം റൈറ്റിംഗ് ടു എവേക്ക് ഫ്രം ദ നൈറ്റ് മെയർ ഓഫ് ദ ഹിസ്റ്ററി എന്ന് പറയുന്നത്, ഈ ചരിത്രത്തിൻ്റെ പേടി സ്വപ്നത്തിൽ നിന്ന് ഉണരാൻ വേണ്ടിയിട്ട് എഴുതുക എന്നുള്ള സ്ഥലം. അപ്പോൾ എന്നെ സംബന്ധിച്ചുള്ള അത് നോക്കുന്ന സമയത്ത് അത് വളരെ രസകരമായിട്ടുള്ളൊരു പ്രോസസ്സും കൂടിയാണ്. മറ്റേ ഹിസ്റ്ററി, നിങ്ങൾ അതിപ്രാചീനമായിട്ടുള്ള ഒരു ഗുഹാന്തരത്തിനകത്തേക്ക് കയ്യിലൊരു ചെറിയ എന്താ പറയുക തിരിയുമായിട്ട് നടന്നു പോകുന്ന സമയത്ത് ആ ഗുഹയുടെ ഉൾഭാഗത്തുള്ള ചില പ്രദേശങ്ങൾ തെളിയുന്നു, ചില കോറലുകൾ, ചില ഗുഹാചിത്രങ്ങൾ, ചില വരകൾ തെളിയുന്നു, ബാക്കി മുഴുവൻ ഇരുളിലാണ്ട് കിടക്കുന്നു. ഞാൻ വീണ്ടും ഈ പ്രകാശത്തിൻ്റെ ആ തിരിയുമായിട്ട് അങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്ത് അങ്ങനെ കിട്ടുന്ന ചില ചിത്രങ്ങൾ മാത്രമാണ് ചരിത്രം. അല്ലാത്ത രീതിയിലുള്ള ഈ നീച്ചയുടെ ഒരു വർക്കിനകത്ത് പറയുന്ന പോലെ ദ യൂസ് ആൻഡ് എബിസ് ഓഫ് ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ നീച്ച പറയുന്ന ഒരു സാധനത്തിൻ്റെ മോണിമെൻറ്റ്സിൻ്റെ ഹിസ്റ്ററിയിലൊന്നും നമുക്ക് വിശ്വാസമുണ്ട്. വലിയ മോണിമെൻറ്റ്സ് ഉണ്ടാക്കി വെച്ച്, അതാണ് സാഹിത്യത്തിലും രാഷ്ട്രീയത്തിലും സാംസ്കാരിക ചിന്തയിലൊക്കെ നമ്മൾ കാണുന്നത്. നമുക്ക് പ്രതിമകളെ തട്ടിത്തടഞ്ഞ് നടക്കാൻ വയ്യാതിരിക്കുന്നു. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു പൊളിക്കേണ്ടതിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെ നമ്മൾ ഹിസ്റ്ററീൻ്റെ വേറെ തരത്തിലുള്ള ഒരു റീഡിങ് വളരെ അത്യാവശ്യമാണ്. കാരണം ഇന്നത്തെ ഒരു അങ്ങേയറ്റം ഫാസിസ്റ്റൊക്കെ ആയിട്ടുള്ളൊരു രാഷ്ട്രീയമൊക്കെ അവർ കൊണ്ടുവരുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ദ്രവീഡിയനായിട്ടുള്ള അല്ലെങ്കിൽ മലയാളിയുടേതായിട്ടുള്ള വേറൊരു ഭാഷാനുഭവം, വേറൊരു ഭക്ഷണ രീതി, വേറൊരു രാഷ്ട്രീയ ജീവിതം, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിനു വേണ്ടിയിട്ടും ഹിസ്റ്ററി വായിച്ചുകൊണ്ടിരിക്കും. അംഗീകൃതമായ ചരിത്രത്തെ നമ്മൾ ചോദ്യം ചെയ്തുകൊണ്ടേയിരിക്കണം എപ്പോഴാണെന്ന് വെച്ചാൽ. ഇപ്പോൾ പ്രത്യേകിച്ചും കാരണം പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ കുട്ടികളുടെ ടെക്സ്റ്റ് ബുക്ക് തൊട്ടിട്ട് ഈ വലിയ സർവകലാശാലകൾ വരെ അങ്ങേറ്റം വികൃതമാക്കപ്പെട്ടുള്ള ഹിസ്റ്ററി, ഈവൻ മറ്റേ ഈ പുരാവസ്തു ശാസ്ത്രത്തിൻ്റെ മേഖലയിൽ, സിനിമയുടെ ഫീൽഡിനകത്ത്, ഇതുപോലുള്ള എല്ലാ സ്ഥലങ്ങളിലും വികൃതമായിട്ടുള്ള ഈ ചരിത്രപാഠങ്ങളും ടെക്സ്റ്റുകളും അവർ കുത്തി നിറച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു നിവൃത്തിയില്ലാത്ത ഒരവസ്ഥയാണ്. അപ്പോൾ ഇന്നത്തെ കാലത്ത് എന്ന് പറഞ്ഞാൽ എല്ലാ തരത്തിലുള്ള എതിർ വായനകളും അങ്ങേയറ്റം പൊളിറ്റിക്കലാണ്. ഒരു എഴുത്തുകാരനെ സംബന്ധിച്ചിടത്തോളം ചെയ്യാനുള്ള രാഷ്ട്രീയ പ്രവർത്തനം അയാൾ എഴുതുകയും നന്നായിട്ട് വായിക്കുക എന്നുള്ളത് മാത്രമാണ്. അതുതന്നെയാണ് ചെയ്യാനുള്ളത്. അങ്ങയുടെ വളരെ പ്രശസ്തമായിട്ടുള്ള മറ്റൊരു കൃതി ഭാഷാഭൂഷണിയിൽ വന്ന കാളിദാസൻ്റെ മരണമാണ്. അപ്പോൾ ഈ കാളിദാസനെ പോലുള്ള വലിയൊരു ഐക്കണിനെ പറ്റി എഴുതാൻ തുടങ്ങുമ്പോൾ അതിനകത്ത് വലിയ ഒരു റിസ്ക് എന്ന് പറയുന്നൊരു സാധനമില്ലേ, കാളിദാസനെ പറ്റി എഴുതുക? അതെ, ഒരു കാര്യം. ആ ഒരു കഥ അങ്ങനെ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു ചെറിയൊരു കഥയായിരുന്നു. അത് ഞങ്ങനെ സുഹൃത്ത് സംഘങ്ങളിലും അന്നത്തെ കാലത്ത് മദ്യപാനങ്ങളുള്ള കാരണം മദ്യപാന സദസ്സുകളിലൊക്കെ വെറുതെ പറഞ്ഞു നടന്നിട്ടുള്ള ഒരു കഥയാണ്. പക്ഷേ കാരണം കാളിദാസൻ്റെ ഡെത്തിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുള്ളൊരു സാധനം, കാളിദാസൻ വിക്രമാദിത്യനുമായി തെറ്റി. ഈ വിക്രമാദിത്യനും കാളിദാസനൊക്കെ ഏത് കാലത്ത് ജീവിച്ചിരുന്ന എപ്പോൾ അതൊന്നും നമുക്കറിയില്ല. എത്ര മാത്രം ഹിസ്റ്റോറിസിറ്റി അതിനകത്ത് അന്നും അറിയില്ല. കഥയാണല്ലോ. അങ്ങനെ ശ്രീലങ്കയിലെത്തുന്നു. അവിടുത്തെ രാജാവിൻ്റെ ഒരു ശ്ലോകം പൂരിപ്പിച്ച് നിന്നെ കല്യാണം കഴിക്കാം എന്ന് പറഞ്ഞിട്ടുള്ള വേശ്യയായിട്ടുള്ള അവരുടെ വീട്ടിൽ കാളിദാസൻ എത്തുന്നു. കാളിദാസൻ ആ ശ്ലോകം പൂരിപ്പിക്കുന്നു. ആ പണം കിട്ടുന്നതിന് വേണ്ടിയിട്ട് അയാളെ കൊല്ലുന്നു. കൊന്നതിന് ശേഷമാണ് അവൾ തിരിച്ചറിഞ്ഞത് എന്നെ കല്യാണം കഴിക്കാം എന്ന് പറഞ്ഞുള്ള എൻ്റെ കാമുകനായിട്ടുള്ള ആ രാജാവിൻ്റെ ഏറ്റവും ആരാധ്യനായിട്ടുള്ള മഹാകവിയാണ് ഞാൻ കൊന്നത്. അവളും ആത്മഹത്യ. അങ്ങനെ മൊത്തം ഒരു ദുരന്തത്തിൻ്റെ രൂപത്തിലൊരു കഥയാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. അതൊരു കഥ മാത്രമാണ്. പക്ഷേ ഞാനത് ഇങ്ങനെ വേറെ തരത്തിലുള്ളൊരു രീതിയിൽ ആണത് വർക്ക് ചെയ്തിട്ടുള്ളത്. അതായത് ഒരു ദേവദാസിയുടെ വിചാരണയിൽ കൂടെ കാളിദാസൻ്റെ മരണം എന്താണെന്ന് കണ്ടെത്താനുള്ള ശ്രമമാണ്. എന്നാൽ അതേസമയം
നമ്മൾ ഈ കാളിദാസൻ എങ്ങനെ മരിച്ചു എന്ന് കൃത്യമായിട്ട് ആ നോവലിനകത്ത് പറയുന്നില്ല. ആ നോവലിനകത്ത് ഒരു ദേവദാസി ഗൃഹത്തിലെ വയസ്സായിട്ടുള്ള ഒരു ദേവദാസി പറയുന്ന കഥകളുടെ ഒരു രൂപമാകാം ഈ നോവൽ. അല്ലെങ്കിൽ കാളിദാസൻ്റെ തന്നെ മരണാനന്തരമുള്ള ഒരു നിഴൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു നരേഷനാകാം ഈ നോവൽ. വേറെ ആ നോവലിൻ്റെ ഒരു ഡിമെൻഷൻ എന്ന് പറഞ്ഞ സാധനം ഈ വാണിനി എന്ന് പറഞ്ഞുള്ള ദേവദാസിയെ ഘടകർഭരൻ എന്ന് പറഞ്ഞുള്ള ശില്പി എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നു. നവരത്നങ്ങളിലെ ശില്പി ഉണ്ടാക്കിയിട്ടുള്ള ഭൂഗർഭത്തിലെ തടവറയിൽ ഒരു ഭേദന ചക്രത്തിൽ നഗ്നയായി കിടന്ന് വട്ടം തിരിയുന്ന സമയത്ത് അവളുടെ ബോധത്തിലുണ്ടാകുന്ന മാറ്റങ്ങളുടെ ഒരു നരേഷനായിരിക്കാം ഈ കഥ. ഇതൊന്നുമല്ലാതെ കഥ പറയുന്ന വേറൊരു ഓതർ എന്ന് പറഞ്ഞാൽ അങ്ങനെ 4 തരത്തിലുള്ളൊരു പ്ലെയിനിലൊക്കെയാണ് ഞാൻ ആ നോവൽ പ്ലാൻ ചെയ്തിട്ട് എഴുതിയിട്ടുള്ളത്. അപ്പം തന്നെ യാഥാർത്ഥ്യത്തെ അല്ലെങ്കിൽ ചരിത്രത്തെ എല്ലാം അവിടെ നമ്മൾ ഒന്ന് പ്രശ്നവൽക്കരിക്കുന്നുണ്ട്. പ്രശ്നവൽക്കരിക്കുക അത് വേറെ തരത്തിൽ തന്നെയാണ്. കാരണം കൃത്യമായിട്ടുള്ള ചരിത്രവും കാര്യങ്ങളൊന്നും ഇല്ല, പറയാൻ പറ്റില്ല. ഏകദേശം AD 4th century എന്നൊക്കെയാണ് ഇവരൊക്കെ പറയുന്നൊരു കാര്യം. പിന്നെ മാത്രമല്ല നമുക്ക് സംസ്കൃതമൊന്നും കൃത്യമായിട്ട് അറിയാത്തതുകൊണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൃഷ്ണമാരുടെ വിവർത്തനങ്ങളെയാണ് ആശ്രയിക്കാൻ സാധിക്കും. പിന്നെ ചത്രവും ചാമരം എന്ന് പറഞ്ഞ് MP ശങ്കുനിയുടെ വർക്ക് നോക്കാം. ഇതുമായി ബന്ധപ്പെട്ട് വന്നുള്ള ഒരുപാട് പഠനങ്ങൾ നോക്കാം. പക്ഷേ അതിനകത്തുള്ളൊരു ആനന്ദവും ഒരു വെല്ലുവിളിയും ഒരു സുഖവും എന്ന് പറഞ്ഞാൽ നമ്മൾ ആ തീമിൽ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളാണ്. കാരണം ഈ വാണിനിയുടെ വിചാരണയുമായി ബന്ധപ്പെട്ട് നവരത്നങ്ങളുടെ ഓരോ വരരുചി എന്ന് പറഞ്ഞ കക്ഷി പ്രാകൃതത്തിന് വ്യാകരണ ഗ്രന്ഥം ചമച്ചിട്ടുള്ള ആളാണ്. വരാഹമീരൻ എന്ന് പറഞ്ഞാൽ അന്നത്തെ 5 തരത്തിലുള്ള ജ്യോതിശാസ്ത്രങ്ങളെ ബന്ധപ്പെടുത്തിയിട്ട് റോമ മറ്റേ ഇവിടെ ഉണ്ടായിരുന്ന ജ്യോതിശാസ്ത്രം അങ്ങനെ ബൃഹത് സംഹിത എന്ന് പറഞ്ഞ പുസ്തകം എഴുതിയിട്ടുള്ളത്. അമരസിംഹൻ എന്ന് പറഞ്ഞ ഭയങ്കര നിഘണ്ടു ലെക്സിക്കോൺ എഴുതിയിട്ടുള്ള കക്ഷി. പിന്നെ ധന്വന്തിരി എന്ന് പറഞ്ഞുള്ള നമ്മൾ ആയുർവേദവും വൈദ്യവും അത് മരണവും ജീവിതമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള വേറൊരു സെർച്ചിൻ്റെ പാർട്ടി. അപ്പോൾ ഇവർ തമ്മിലുള്ള ഒരുപാട് ഡയലോഗ്സിനും ഇവരെ കംപ്ലീറ്റ് വാണിനി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ത്രീ, ഒരു ദേവദാസി ചോദ്യം ചെയ്യണം. ഇവരുടെ ഈ ജ്ഞാനത്തിൻ്റെ മേഖലകളെ, അവരുടെ ലോകസങ്കല്പങ്ങളെ, അവരുടെ യാഥാർത്ഥ്യത്തിനെ കുറിച്ചുള്ള ധാരണകളൊക്കെ വേറെ അങ്ങേയറ്റം ഗംഭീര നർത്തകിയും കാളിദാസൻ്റെ നിത്യകാമുകിയും യഥാർത്ഥത്തിൽ വലിയ ആർട്ടിസ്റ്റും, ഒരുപക്ഷെ കാളിദാസനേക്കാൾ വലിയൊരു ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിലാണ് ഞാൻ അതിനകത്ത് വാണിനിയെ പ്ലേസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അത് ബോധപൂർവ്വമുള്ളൊരു ഫെമിനിസ്റ്റ് അല്ല. ഓക്കെ, ആ ജെൻഡറിൻ്റെ വേറൊരു സാധ്യതയെക്കുറിച്ചൊക്കെ വെച്ചിട്ടാണ് സാധനം. പക്ഷേ ബേസിക്കലി അത് അധികാരവും കലയും തമ്മിലുള്ള ബന്ധം എന്ത് എന്ന് തന്നെയാണ് ആ നോവൽ ഡിസ്കസ് ചെയ്യുന്നത്. അതിനകത്ത് ഞാൻ പറയാൻ ശ്രമിക്കുന്ന ഒരു സാധനം കല നിഷ്കളങ്കമായിട്ടുള്ളൊരു സംഗതി എന്നല്ല, കലയ്ക്കകത്തും അധികാരമുണ്ട്. തീർച്ചയായും. അതേപോലെ തന്നെ അധികാരത്തിനകത്തും ഒരു കലയുമുണ്ട്. അപ്പോൾ ഇത് രണ്ടും തമ്മിൽ ഏറ്റുമുട്ടുന്ന സമയത്ത് സർവാധിപത്യത്തിൻ്റെയും ഏകാധിപത്യത്തിൻ്റെയുള്ള ഒരു ലോകത്ത് എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് തന്നെയാണ് എൻ്റെ ചോദ്യം. അപ്പോൾ അതിനകത്ത് വിക്രമാദിത്യൻ എന്ന് പറഞ്ഞുള്ള സർവാധിപത്യം തന്നെയാണ് അവസാനം വിജയിക്കുന്നത് ആ നോവലിനകത്ത്. പക്ഷെ ഞാനത് റീവർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് അങ്ങയുടെ ഒരു അടുത്തിടെ വന്ന ലേഖനത്തിൽ നമ്മുടെ ഖസാക്കിൻ്റെ ഇതിഹാസവും നാടക ഇതെല്ലാം കൂടെ ഒന്ന് ചേർത്ത് ഒരു പുതിയ രീതിയിൽ അതിനെ നോക്കിക്കാണാൻ ശ്രമിച്ചിട്ടുണ്ട്. അതെങ്ങനെ അങ്ങനെ ഒരു ഇതിലേക്ക് എഴുതപ്പെട്ടു? പക്ഷേ ഈ നാടകം വന്നുകൊണ്ടാണോ ഖസാക്കിൻ്റെ ഇതിഹാസത്തെ വീണ്ടും ഒന്ന് നാടകം എന്ന് പറഞ്ഞാൽ നാടകം നമ്മൾ ഇതുപോലെ വേറെ തരത്തിൽ താല്പര്യമുള്ളൊരു മേഖലയാണ്. കാരണം നമ്മൾ ഈ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് അന്ന് രചനയുടെ ബാൽക്കണി ഇതുപോലത്തെ ഇതിൻ്റെ രംഗാവതരണം അത് നമ്മുടെ കൂട്ടുകാർ അങ്ങനെയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അന്ന് ഞങ്ങൾക്ക് അങ്ങനെ ഒരു നല്ല ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. ബക്കറ്റും ശനിയും അവരുടെയൊക്കെ നാടകങ്ങൾ കളിച്ചുകൊണ്ടിരുന്നിരുന്ന ഒരു സംഘം ഉണ്ടായിരുന്നു. അപ്പോൾ നാടകവുമായിട്ട് അങ്ങനെ ഒരു താല്പര്യമുണ്ട്. പിന്നെ മാത്രമല്ല നമ്മൾ കഥ പറയുമ്പോഴും നോവൽ പറയുമ്പോഴൊക്കെ നാടകീയത എന്ന് പറഞ്ഞിട്ടൊരു എലിമെൻ്റ് ഉണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ ഈ നാടകങ്ങൾ വേറെ തരത്തിൽ ഇങ്ങനെ എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കും, വായിച്ചുകൊണ്ടിരിക്കും ചെയ്യുന്ന ഒരാളാണ്. കുറേ നാടകം നമ്മൾ പുറത്ത് പോകുന്ന സമയത്ത് കാണുന്ന ഈ ചില ഗ്രൂപ്പുകളൊക്കെ കാണിക്കുന്ന നാടകങ്ങൾ ഇതൊക്കെ കാണാൻ പറ്റും നമുക്ക്. പിന്നെ നാടകക്കാരായിട്ടുള്ള നല്ല സുഹൃത്തുക്കൾ എനിക്കുണ്ട്, അഭിനേതാക്കളും സംവിധായകരൊക്കെയാണ്. ദീപൻ ശിവരാമനൊക്കെ എൻ്റെ സുഹൃത്ത് തന്നെയാണ്. ഓക്കെ, പിന്നെ ശങ്കർ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ആ വൈലോപ്പള്ളിയുടെ ഇതൊക്കെ ചെയ്തിട്ടുള്ള ശങ്കറൊക്കെ ഉണ്ടല്ലോ, സൈക്കിൻ്റെ മകൻ നാടകം ചെയ്തിട്ടുള്ള. പിന്നെ ഗോപാലൻ മുതലായിട്ടുള്ള അഭിനേതാക്കൾ, അങ്ങനെയുള്ള ഒരുപാട് നല്ല സുഹൃത്തുക്കളുണ്ട്. പിന്നെ ഞാൻ തൃശ്ശൂർ ഇങ്ങനെ കറങ്ങി നടക്കുന്ന സമയത്ത് ഡ്രാമ സ്കൂൾ എൻ്റെ ഒരു വേറെ തരത്തിൽ അവരുടെ ആ ലൈബ്രറി എന്നെ അങ്ങേയറ്റം സഹായിച്ചിട്ടുണ്ട്. അവിടുന്ന് ഒരുപാട് ടെക്സ്റ്റുകൾ, ഏറ്റവും പുതിയ
ഈ നാടകങ്ങളും മറ്റേ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ദീപൻ ശിവരാമൻ്റെ ഈ നാടകം കണ്ട സമയത്ത് എനിക്കുണ്ടായിരുന്ന ചില മീൻസ് നാടകം എനിക്ക് പൊതുവെ ദീപൻ്റെ ഇഷ്ടപ്പെട്ടു. പിന്നെ അതിന് മുന്നേ ദീപൻ ചെയ്തിട്ടുള്ളൊരു നാടകമായിരുന്നു എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. അത് ഈ മറ്റേ സ്പൈനൽ കോഡ് എന്ന് പറഞ്ഞ മാർക്യൂസിൻ്റെ ഒരു വർക്ക് എടുത്തിട്ട് ചെയ്തിരുന്നത്. അപ്പോൾ ആ ഒരു നോവലിൻ്റെ ഫോമും ദീപൻ ചെയ്തിട്ടുള്ള ഫോമും തമ്മിൽ ഇത്രമാത്രം പ്രശ്നങ്ങളുമില്ല. കാരണം അതൊരു ക്രിസ്ത്യാനിറ്റിൻ്റെ ഒരു മൊറാലിറ്റി, അതിൻ്റെ ഒരു സൗന്ദര്യ പരമായിട്ടുള്ളൊരു ബാക്ക്ഗ്രൗണ്ടൊക്കെ ഉള്ളൊരു നാടകവും ഒക്കെയാണത്. പക്ഷേ ഈ ഗസാഖ ഇതും തമ്മിൽ ചെയ്യുന്ന സമയത്തുണ്ടായിട്ടുള്ള ചില ഞാൻ അത് കാരണം വിയോജിക്കൽ കൂടിയാണല്ലോ, ഒരു സർഗാത്മകമായിട്ടുള്ളൊരു പ്രവൃത്തിയില്ല ആ സ്ഥലം. അപ്പോൾ ആ രീതിയിൽ ദീപൻ അതിനകത്ത് പ്രധാനമായിട്ടും ഫോളോ ചെയ്തിട്ടുള്ള കാൻഡോറിൻ്റെ തിയേറ്ററാണ്. തദേവിഷ് കാൻഡോർ എന്ന് പറഞ്ഞിട്ടുള്ള പോളിഷ് ഡയറക്ടറുള്ള മഹാനായിട്ടുള്ളൊരു നാടകത്തിൽ. കാരണം കാൻഡോർ ഒരു സമയത്ത് ഇനി എങ്ങനെ നാടകം ചെയ്യും എന്നൊക്കെ വിചാരിച്ച് നാടക പ്രവർത്തനം നിർത്തിവെച്ചാണ്, എക്സോസ്റ്റ് ചെയ്തു മറ്റേ യൂറോപ്യൻ തിയേറ്റർ എന്ന് വിചാരിച്ചിട്ട്. ആ സമയത്താണ് കാൻഡോറിന് നടന്നു പോകുന്ന സമയത്ത് വഴിയിൽ തെരുവോരത്ത് നിന്ന് ഒരു ഉപയോഗിച്ച് വലിച്ചിരുന്നുള്ള ചെറിയൊരു വീൽ കിട്ടുന്നു. ആ വീല് നാടകത്തിലൊരു ഓബ്ജക്റ്റാക്കി മാറ്റി ഇനി നാടകം തുടങ്ങാം എന്നാണ് മൂപ്പരാലോചിക്കുന്നത്. അപ്പോൾ കാൻഡോർ അതിനെക്കുറിച്ച് പറയുന്നൊരു സാധനം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആർട്ട് ഓബ്ജക്റ്റ് അല്ലെങ്കിൽ ഈ പറഞ്ഞ വീൽ എന്ന് പറഞ്ഞ സാധനം സ്റ്റേജിനും ഇൻഫിനിറ്റിക്കും ഇടയിൽ കിടക്കുന്നൊരു വസ്തുവാണെന്നാണ് പറയുന്നത്. അതാണ് കാൻഡോറിൻ്റെ ഒരു നാടക സങ്കല്പം. അപ്പോൾ ഡെഡ് ക്ലാസ് എന്ന് പറഞ്ഞിട്ടുള്ള അദ്ദേഹത്തിൻ്റെ അത് നമുക്ക് യൂട്യൂബിൽ കാണാൻ കിട്ടും. ഒരുപാട് മരിച്ചു പോയിട്ടുള്ള മനുഷ്യന്മാർ അവരുടെ പഴയ സെൽഫിനെ മാനിക്വിൻസ് മുഖംമൂടികളായിട്ട് താങ്ങിക്കൊണ്ടുവന്ന് ഒരു ക്ലാസ് റൂമിനകത്തിരുന്ന് ആ ക്ലാസ് റൂമിനെ നിയന്ത്രിക്കുന്ന ഒരേ ഒരു ജീവനുള്ള കഥാപാത്രമായിട്ട് കാൻഡോർ തന്നെ അഭിനയിച്ച് ചില ഗംഭീരമായിട്ടുള്ളൊരു നാടകമാണ് ആ സാധനം. അപ്പോൾ അത് രവിയുടെ ഏകാധ്യാപക വിദ്യാലയം ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെടുത്തി ദീപൻ അതങ്ങനെ ചെയ്തതാണ്. പക്ഷേ ആ കാര്യങ്ങൾ പുറത്ത് പറയാതെ നമ്മളത് സ്വന്തമായ ഗസാക്ക്, രവിയുടേതല്ലാത്ത ഗസാക്ക് എന്നൊക്കെ പറയുന്ന ഒരു പെരിഫറലായിട്ടുള്ള നരേഷൻസ് വരുന്ന സമയത്ത് നമുക്കുള്ള ഒരു അഭിപ്രായം ആർട്ടിക്കിളിനകത്ത് പറഞ്ഞു തന്നല്ലോ, വേറൊന്നുമില്ല. എന്താണ് അങ്ങയുടെ പുതിയ എഴുത്തുകൾ ഇനിയിപ്പം? ഒന്ന് ഈ നേരത്തെ പറഞ്ഞ പോലെ ഈ കാളിദാസൻ്റെ മരണം എനിക്ക് റീവർക്ക് ചെയ്യണം. അതൊരു പിന്നെ ഞാനൊരു പൊളിറ്റിക്കൽ സെറ്റയർ എന്ന് പറയാം. ഈ നവമലയാളി എന്ന് പറഞ്ഞാൽ എൻ്റെ സുഹൃത്തുക്കളുടെ ഒരു ഗ്രൂപ്പിന് വേണ്ടി ചെയ്തിട്ടുള്ളൊരു നീറെങ്കിൽ ചെപ്പേഡ്, അത് നേരത്തെ പറഞ്ഞ പോലെ ഒരു ഹിസ്റ്ററിയോഗ്രഫി എന്നുള്ള രീതിയിൽ ചെപ്പേഡ് എഴുത്ത് നമ്മൾ പറയില്ലേ അത്. പക്ഷേ അത് കണ്ടംപററി ലിറ്ററേച്ചർ, ഈ കൾച്ചർ, അതുപോലെ തന്നെ പൊളിറ്റിക്സൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള വേറെ തരത്തിലുള്ളൊരു നോട്ടം, ആക്ഷേപഹാസ്യം എന്ന് പറഞ്ഞുകൂടാ, ഒരു ദുരന്തം നിറഞ്ഞ ഒരു ചിരിയുടെ ഭാഗമായിട്ടുള്ളൊരു നോട്ടത്തിൻ്റെ ഭാഗമായിട്ട് എഴുതി പബ്ലിഷ് ചെയ്താണത് ഓൺലൈനായിട്ടുള്ള. അപ്പോൾ അതൊരു ഇപ്പോൾ ഏകദേശം ഒരു 10-15 കഥയായിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ ഏതെങ്കിലും നല്ല ഇല്ലുസ്ട്രേഷൻസ് ഒക്കെ അറിയുന്ന ആളുകളുണ്ടെങ്കിൽ ചെറിയ ചെറിയ ഇല്ലുസ്ട്രേഷൻസ്, അതിൻ്റെ ഓബ്ജക്ട്സ്, ചില രൂപങ്ങളും, അങ്ങനെ ഒരു ഇല്ലുസ്ട്രേഷൻസ് ആയിട്ടൊരു പുസ്തകത്തിലാണ് പ്രധാനമായിട്ടുള്ള സാധനം. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു പെയിൻറ്റിങ്സും അമേരിക്കൻ ജീവിതത്തിൽ എനിക്കുണ്ടായിട്ടുള്ള ചില അനുഭവങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു വർക്കാണ് ഞാൻ ആലോചിക്കുന്നത്. അത് നോവൽ എന്നൊക്കെ നമുക്ക് പിന്നെ വിളിക്കാം. പക്ഷേ ഇതിൻ്റെ ഫോം ഇപ്പം നമ്മൾ, കാരണം ഞാൻ ഈ അന്ന് ഭയങ്കരമായിട്ടുള്ള ചില അനുഭവങ്ങളുണ്ടായിട്ടുണ്ട്. ഞാൻ ഈ പെയിൻറ്റിങ്സൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇറങ്ങി നടന്നു വരുന്ന സമയത്ത് ഈ സിഗരറ്റ് വലിക്കണം, ലൈറ്റർ കയ്യിലില്ല. അപ്പോൾ ഞാൻ ഇങ്ങനെ അവിടെ ഇരിക്കുന്നൊരു കറുത്ത മനുഷ്യനോട് പോയിട്ട് ലൈറ്റർ കയ്യിലുണ്ടോയെന്ന് ചോദിച്ചു. അപ്പോൾ അയാൾ ലൈറ്റർ തന്നിട്ട് അയാൾ പറഞ്ഞു, ഞാൻ അത് കൊളുത്തി കഴിഞ്ഞ ശേഷം പറഞ്ഞു $5 തരും, ഈ ലൈറ്റർ നിങ്ങൾ എടുത്തുള്ളൂ. അപ്പോൾ നമ്മളത് വേറെ തരത്തിലുള്ള ഈ അവരുടെ സഫറിങ്, ദാരിദ്ര്യത്തിൻ്റെ അവിടെ എന്ന് പറഞ്ഞാൽ ഈ മറ്റേ വലിയ മോളുകളിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ട്രോളി ഉണ്ടല്ലോ, അതിനകത്ത് സാധനങ്ങൾ ഒതുക്കി വെച്ചിട്ട് ബസ് സ്റ്റാൻഡിൽ അവിടെ ഇവിടെ ജീവിക്കുന്ന ഇഷ്ടംപോലെ വെളുത്ത മനുഷ്യരെയും കറുത്ത മനുഷ്യന്മാരെയും നമുക്കവിടെ കാണാൻ സാധിക്കും. പിന്നെ നമ്മളവിടെ സൂപ്പർ മാർക്കറ്റിലും അവിടെ ഇവിടെയൊക്കെ പോയിട്ട് ഈ പർച്ചേസിങ്ങും ഒക്കെ നടത്തുന്ന സമയത്ത് തന്നെ കുട്ടിക്ക് ഒരു മിഠായി വേണം അങ്ങനെയൊക്കെ അമ്മയോട് പറയുന്ന സമയത്ത്, അമ്മ 2 കുട്ടികളുണ്ടാവും, അച്ഛനൊന്നും ഉണ്ടാവില്ല, അവർക്കത് വാങ്ങിക്കൊടുക്കാൻ പറ്റാതെ അവരത് എക്സ്പ്ലെയിൻ ചെയ്യുന്ന കാര്യങ്ങൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കാണും. അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ വാൻ ഗോഗിൻ്റെ സൃഷ്ടികളും ഗോഗയിൻ്റെ വർക്കും മനസ്സിലായത് അല്ലെങ്കിൽ ഇതുപോലത്തെ ശില്പങ്ങൾ. അപ്പോൾ ഈ ഒരു മ്യൂസിയം എന്ന് പറഞ്ഞാൽ അവിടെ നമ്മളൊരു മ്യൂസിയത്തിൻ്റെ രീതിയിൽ അത് കാണുന്നു. ഇവിടെ പുറത്തിറങ്ങി യഥാർത്ഥ മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ, അപ്പോൾ അമേരിക്ക എന്ന് പറയുന്ന ഒരു വലിയൊരു മ്യൂസിയത്തിനകത്ത് കാഴ്ചക്കാരനായിട്ട് ഇങ്ങനെ നടത്തുള്ള ഒരു ബ്രൗൺ. അപ്പോൾ നമ്മളവിടെ ജീവിക്കുന്ന സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ഈ മണിക്കൂറിൽ 140 കിലോമീറ്റേഴ്സ് പെർ അവറിൽ ഇങ്ങനെ ഫ്ലോ ചെയ്തുകൊണ്ടേയിരിക്കുന്ന നമ്മൾ ഈ ഡേവിഡ് ക്രോണൻബർഗിൻ്റെ
സിനിമകളിലൊക്കെ കാണുന്ന പോലത്തെ ഹൈവേകളും മറ്റ് സാധനങ്ങളാണ്. അത് അയാളുടെ കോസ്മോപൊളിറ്റൻ എന്ന് പറഞ്ഞുള്ള വളരെ രസകരമായിട്ടുള്ളൊരു സിനിമയാണ്. അപ്പോൾ അതിനകത്തുള്ള ചില ഫ്രെയിംസ് നമ്മളിങ്ങനെ നേരിട്ട് മുന്നിൽ കാണും, ഇങ്ങനെ ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കുന്ന വാഹനങ്ങളും ഈ ഹൈവേസും. അതേസമയം തന്നെ ഇതുപോലത്തെ ഈ ജീവിതത്തിൻ്റെ ദുരന്തങ്ങളുടെ ഒരുപാട് ഞാൻ അതുപോലെ കണ്ടുള്ള ഞാൻ ഹോളിവുഡിൽ പോയിട്ട് അവിടെ ഒരു ഈ അമേരിക്കൻ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഒരു ഫിലിം ഫെസ്റ്റിവൽ നടക്കുന്നുണ്ട്. അവിടെ ലിവിയത്താനൊക്കെ ഒന്ന് അവിടെ കാണിച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ ഫെസ്റ്റിവൽ വന്നു. അപ്പോൾ ഞങ്ങളത് കാണാനൊക്കെ പോകുന്നു. അവിടെ തൊട്ടടുത്തൊരു ഈ സബ്വേ അവിടെ ഭക്ഷണം കഴിക്കാനിരിക്കുന്നു. ആ സമയത്ത് പെട്ടെന്ന് ആ ഭക്ഷണം മോഷ്ടിക്കുകയാണ്, എന്താണ് ചെയ്തതെന്നറിയില്ല. ഒരു കറുത്ത മനുഷ്യൻ, 2 പോലീസുകാർ വരുന്നു, അയാളെ കീഴടക്കുന്നു, കൊണ്ടുപോകുന്നു. ആ ഒരു രംഗമാണ് നമ്മൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കാണുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലായി ജീൻ വാൽജീൻ അമേരിക്കയിലും ഉണ്ട് എന്നുള്ള ആ ഒരു സംഗതി മനസ്സിലായി. അതിങ്ങനെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. അതേ സമയത്ത് തന്നെ നമ്മൾ ലോകപ്രശസ്തമായിട്ടുള്ള ശില്പങ്ങളും ചിത്രങ്ങളും ആസ്വദിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഭയങ്കര ഒരു എന്താ പറയുക, ഒരു കോൺട്രാഡിക്ഷൻ, കോൺഫ്ലിക്റ്റ്, പെയിൻ, ഇതൊക്കെ നമ്മൾ അനുഭവിച്ചിട്ടുണ്ട് ഒരേ സമയത്ത്. അതൊരു വർക്കായിട്ട് മാറ്റണം എന്നുള്ള ഒരു മ്യൂസിയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സംഗതി. മ്യൂസിയം യാത്ര, ഈ പറഞ്ഞ അനുഭവങ്ങൾ, അതായിട്ട് ബന്ധപ്പെട്ട് അതാണ് എൻ്റെ ഒരു ഞാൻ വർക്ക് ചെയ്യാൻ പോകുന്ന ഒരു സാധനം. അങ്ങനെ കുറേ വർക്കുകൾ മനസ്സിലുണ്ട്. ഇത് എല്ലാം എഴുതി തീരുന്നില്ല. പക്ഷേ ഈ എഴുത്ത് തന്നെ ഇങ്ങനെ ജീവിതവും കാഴ്ചകളും ചരിത്രവും ഒക്കെ സൂക്ഷിച്ചു വെക്കാനുള്ള ഒരു മ്യൂസിയം തന്നെയായിരിക്കും ഉറപ്പായിട്ടും. അങ്ങനെയുള്ളൊരു അതാണ് കാരണം എഴുതി എഴുത്തായി തീരാന്നുള്ളതാണ് അത്. പിന്നെ നമ്മൾ എഴുതാൻ പാടില്ല. അതാണ് എനിക്ക് യഥാർത്ഥത്തിൽ നമ്മൾ ഈ മാധ്യമമായുള്ള വ്യത്യാസം തന്നെ ഇല്ലാതായിട്ട് ആ ഒരു തീഷ്ണതയാണ് യഥാർത്ഥത്തിൽ എഴുത്ത് എന്നുള്ള സാധനം. അല്ലാണ്ട് ഇപ്പോൾ നമ്മൾ സാധാരണ ഇപ്പോൾ എഴുത്തുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഒരുപാട് കോലാഹലങ്ങൾ, നമ്മൾ തന്നെ എഴുത്തുകാരൻ തന്നെ ഫ്ലക്സ് ബോർഡ് വെച്ചിട്ട് നിൽക്കുന്ന അവസ്ഥ, അതൊക്കെ നമ്മൾ സാഹിത്യത്തിൽ ഇപ്പോൾ നമ്മുടെ ഈ കണ്ടംപററി കൾച്ചർ ഇൻഡസ്ട്രിയിൽ നമ്മൾ കാണുന്ന ഒരു സാധനം. അതാണ് ആളൊരു കഥ എഴുതി, പിന്നെ അതിൻ്റെ മുകളിൽ ഫേസ്ബുക്കിൽ കുറേ കോലാഹലം, പിന്നെ വേറെ കുറേ പ്രശ്നങ്ങൾ. അപ്പോൾ എഴുത്തുകാരൻ ഫ്ലക്സ് ബോർഡായിട്ട് ഇങ്ങനെ നിൽക്കണം. അതിലർത്ഥമില്ലല്ലോ. അപ്പോൾ നമ്മളെ സംബന്ധിച്ചോളം ഏത് കലാകാരനും അയാളുടെ സ്വന്തം മീഡിയം തന്നെ ആയിട്ട് ഇങ്ങനെ മാറി ഇങ്ങനെ പരിവർത്തിപ്പിച്ച് അങ്ങനെ വാക്ക് എന്നുള്ള ഒരു നിരന്തര പരിണാമിയായിട്ടുള്ള ആ പ്രോസസ്സിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ തന്നെ ഒരു വാക്കായി അപ്രത്യക്ഷമാകുക, നവീകരിക്കാൻ മുന്നോട്ട് പോകുക, അപ്രത്യക്ഷമാകുക. അതാണ് ഒരു എഴുത്തുകാരനുള്ള ഏറ്റവും നല്ല രസകരമായിട്ടുള്ള ഡെത്ത്. ഓക്കെ, അതാണ് എനിക്ക് അതിനെക്കുറിച്ച് പറയാനുള്ളത്. ആയിക്കോട്ടെ, അങ്ങയുടെ ഈ എഴുത്തിൻ്റെ സബരിയ അങ്ങയുടെ ഇഷ്ടത്തിന് തന്നെ തുടരാൻ കഴിയട്ടെ എന്ന് ആശംസിക്കും. താങ്ക് യു വെരി മച്ച് കേട്ടോ, സന്തോഷമായി.